ഇതൊന്ന് പറയണം. നോട്ട് പേപ്പറും കൊടുക്കും. ബഹുമാനായ അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ, ഇതിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ച എൻ്റെ സുഹൃത്തും നാട്ടുകാരനുമായിട്ടുള്ള ഡോക്ടർ MA കബീർ, ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുന്നതിന് മുൻകൈയെടുത്ത എൻ്റെ സുഹൃത്ത് മടപ്പള്ളി മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കുറെ സമയം നിങ്ങൾ പ്രസംഗം കേട്ടു അല്ലേ? ഉഷിഞ്ഞോ? ഇല്ല, കുഴപ്പമില്ല. എന്തായാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൈയടിക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ചെറിയ ഒരു എഴുതാനുള്ള സൗകര്യം തരുന്നുണ്ട്. എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോട്ട് ചെയ്യാം. ഇന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നിട്ടുള്ളവർ ബഹുഭൂരിപക്ഷവും പ്രൊഫഷണൽ കോഴ്സിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. Am I right? ആണ്. ഓക്കെ. അല്ലാത്തവരും കാണുമായിരിക്കും അല്ലേ? അപ്പോൾ മെഡിസിന് പഠിക്കുന്ന, മെഡിസിൻ വിഷയങ്ങൾക്ക് പഠിക്കുന്ന, ഇപ്പം MBBS, BDS, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ടല്ലോ. അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഒന്ന് കാണട്ടെ. മെഡിക്കൽ വിഷയങ്ങൾക്ക് MBBS, BDS, വെറ്റിനറി, ഹോമിയോ, ആയുർവേദം, അങ്ങനെ ഒത്തിരി കോഴ്സുകളുണ്ടല്ലോ. ഇത്രയും പേര് മെഡിസിൻ വിദ്യാർത്ഥികളാണ്. ഓക്കെ, ഗുഡ്. ഇനി എഞ്ചിനീയറിംഗ് മേഖല ഒരുപാട് കോഴ്സുകളുണ്ട്. എഞ്ചിനീയറിംഗ് മേഖല ആരുമില്ല? ഒരാളേ ഉള്ളൂ? 2, 3, 4. എന്താ സംശയം ഉണ്ടായിരുന്ന? ആലോചിച്ചില്ല ഞാൻ എന്താ പഠിക്കുന്നത്. കൈ മോന്തി എനിക്ക് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, ഗുഡ്. സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. ഇനി അതല്ലാതെ LLB അങ്ങനെയുള്ള മേഖലകളില്ല. വക്കീലാവാൻ ഒക്കെ പഠിക്കുന്നവരുണ്ടോ? ആരുമില്ല. ടീച്ചിങ് ഫീൽഡ് ഒന്നുമില്ല. ടീച്ചർമാർ, അധ്യാപകനാവാൻ പഠിക്കുന്നവരൊന്നുമില്ല. B.Ed, TTC അങ്ങനെ ആരുമില്ല. ഓക്കെ. കൊമേഴ്സ് വിഷയങ്ങൾ പഠിക്കുന്ന ആരൊക്കെ ഉണ്ട്? കൊമേഴ്സ്, ആർട്സ് ലെവലിൽ കൊമേഴ്സ് ഡിഗ്രിയാണ് അല്ലേ? ഏതിനാ പഠിക്കുന്നത്? BCom. ഓക്കെ, ഓക്കെ, ഇരിക്കാം. CA മേഖല, ചാർട്ടേഡ് അക്കൗണ്ടന്റ് മേഖലയിൽ പഠിക്കുന്നവര് ആരുമില്ല. ഒരാള് CA. ഓക്കെ. ഇനി കൊമേഴ്സ് അല്ലാതെ ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള വിഷയങ്ങൾ. ഓക്കെ. ഇതൊന്നും അല്ലാത്തവർ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അല്ലാത്ത വേറെ എന്തെങ്കിലും കോഴ്സിന് പഠിക്കുന്നവർ, ഞാൻ ഈ പറഞ്ഞ കോഴ്സ് അല്ലാത്ത വേറെ എന്തെങ്കിലും കോഴ്സ്, ഒരുപാട് കോഴ്സുകളുണ്ടല്ലോ. എന്താ പഠിക്കുന്ന മോള്? BSc Physics. ഓക്കെ. BA ഇംഗ്ലീഷ്, ആർട്സ് കോളേജ് ആണല്ലേ? പാരാമെഡിക്കൽ കോഴ്സുകൾ. ഓക്കെ, ഓക്കെ, പ്ലീസ് ഇട്ടോ. ഇനി +2 ആരെങ്കിലും ഉണ്ടോ? +1 +2 പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? +1 +2 മോൾ +1 +2 ആണ്. മിടുക്കി. ആരുമില്ല. SLC-കാരുണ്ടോ? ആരുമില്ല. ഓക്കെ. ബാക്കിയെല്ലാം പാരന്റ്സ് ആയിരിക്കും അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയെല്ലാം പാരന്റ്സ് കൂടെ വന്നവരായിരിക്കും. എന്തായാലും സന്തോഷം. അവള് വെറുതെ കൈ പൊക്കിയതാണ്. അവൻ പറയുന്നത് അവള് +2 അല്ല, അവള് ഫസ്റ്റിലാണ്. നിന്റെ പെങ്ങളാണോ? അനിയത്തിയാണോ? ചേട്ടൻ വന്ന് പറയാണ് അവള് +2 അല്ല, ഫസ്റ്റിലാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കും മുമ്പായിട്ട് ഞാൻ പറഞ്ഞു, ഒരുപാട് സമയം ഇരുന്നില്ലേ, ഒന്ന് എഴുന്നേറ്റ് നമുക്കൊരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാം. എല്ലാവരുടെ മുഖത്തും ഭയങ്കര ഗൗരവം തോന്നുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് കുട്ടികളുടെ മുഖത്തൊക്കെ ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സോ എല്ലാവരും നിൽക്കാം.
ഒന്നുമില്ല, ചെറിയ കയ്യടിയാണ്. ആ കയ്യടിന്റെ കൂടെ ഒരു ചിരിയും, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആയിട്ടില്ല തിരക്കൂട്ടണ്ട, ഞാൻ പറയാം. ഞാൻ 1 എന്ന് പറയുമ്പോ ഒരു തവണ കൈയടിക്കുക, ഹ എന്ന് പറയുക. 2 എന്ന് പറയുമ്പോൾ 2 തവണ 1 2 ഹ ഹ. സിമ്പിൾ അല്ലേ? 3 എന്ന് പറയുമ്പോൾ 3 തവണ കൈയടിക്കുക, അതിന് കൂടെ ഹ ഹ ഹ. 4 എന്ന് പറയുമ്പോൾ 4 തവണ കൈയടിക്കുക. 5 എന്ന് പറയുമ്പോൾ നിർത്താതെ കൈയടിക്കുക, പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കുക. 5-ൽ എണ്ണൊന്നുമില്ല. ഞാൻ നോക്കുക, ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ആളാരാ നോക്കുക, അവർക്ക് പ്രത്യേക ഒരു പുരസ്കാരം ഉണ്ടാവും. എനിക്ക് ഇവിടുന്ന് കാണാൻ, ഞങ്ങൾ കയറാൻ കാണാം. നോക്കട്ടെ, നന്നായി ചിരിക്കുന്നത്. കാരണം ഈ ചിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, റെഡി അല്ലേ? ആർ യു റെഡി? യെസ് ഓർ നോ? ഓക്കെ. 1. കയ്യടി മാത്രം വന്നുള്ളൂ, ചിരി വന്നില്ല. 1 2 ഉറക്കെ 2 2 3 പുറത്തേക്ക് വരട്ടെ, പല്ലൊക്കെ പുറത്തേക്ക് കാണട്ടെ, അതല്ലേ ചിരി അല്ലേ? 3 4 5. ഉറക്കെ ചിരിച്ചോ? കിട്ടിയ ചാൻസ് ആണ്, കളയണ്ട. ഉറക്കെ പൊട്ടി 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 ചിരിച്ചോളൂ. ആണുങ്ങൾ ചിരിക്കുന്നില്ല, പെണ്ണുങ്ങൾ ഉഷാർ ചിരിയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇരിക്കാം. ഞാൻ 2 പേരെ നോട്ട് ചെയ്തിട്ട് നന്നായി ചിരിച്ച 2 പേരെ. ഒന്ന് താങ്കൾ തന്നെയാണ്. എന്താ പേര്? ഹദ്ദാദ് കോയത്തങ്ങൾ. നല്ല ചിരിയായിരുന്നു, ഗംഭീരമായിട്ട് ചിരിച്ചു. ഓക്കെ, ഒന്ന് കൈയടിച്ച അദ്ദേഹത്തിന് വേണ്ടി. ആ ഹദ്ദാദ് കോയത്തങ്ങൾ, സ്ഥലം കണ്ണൂർ എന്ന് വന്ന അദ്ദേഹം. ഓക്കെ, ചിരിക്കാനായിട്ട് വന്നാണ് അദ്ദേഹം. ആ ബ്ലാക്ക്, അതെ അതിന് തൊട്ടടുത്ത അങ്ങൾ തന്നെ. ഒന്ന് കഴിഞ്ഞിരുന്ന് മൈക്കണ്ട് കൊണ്ടുവരാൻ വയ്യ. നല്ല ചിരിയായിരുന്നു. എല്ലാവരും കാണട്ടെ, പേര് പറഞ്ഞാൽ മതി. എഴുന്നേക്കാൻ മടിയാ? ഇപ്പോഴും ചിരിക്കുന്ന ആള്, ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം ചിരിയാണ്, നല്ല ഗംഭീരമായ ചിരി. പേരെന്താണ്? അഫീഫ. സ്ഥലം എവിടെ? ജില്ല കാസർഗോഡ്. ഓക്കെ, അപ്പൊ അഫീഫ ഫ്രം കാസർഗോഡാണ്. ലേഡീസിലെ ഗംഭീരമായ ചിരി. ഈ ചിരിപ്പോ നിങ്ങൾ ചിരിച്ചപ്പോ സംഭവിച്ചെന്താണെന്നറിയോ? നിങ്ങളുടെ ബോഡിയിൽ പ്രധാനപ്പെട്ട 4 ഹോർമോൺസ് അടിച്ച് പൊളിച്ചുണ്ടായി. ഏതൊക്കെയാ ഹോർമോൺസ്? ഏതൊക്കെയാണത്? മെഡിക്കൽ വിദ്യാർത്ഥികൾ പറയണം. ഡോപ്പമിൻ, ഗുഡ്. പിന്നെ 4 ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഹാപ്പി ഹോർമോൺസ്. സെറട്ടോണിൻ, ഗുഡ്, വെരി ഗുഡ്. സെറട്ടോണിൻ. കയ്യടിക്ക് പിള്ളേർ ഇത് പറയുമ്പോഴേ, നമ്മുടെ മക്കളല്ലേ. സെറട്ടോണിൻ. പിന്നെ ബാക്കി എന്തൊക്കെയാണ്? ഒരാരാ പറയാ? BSc കാരുണ്ടല്ലോ, BSc സയൻസ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഡോപ്പമിൻ ഒക്കെ, സെറട്ടോണിൻ ഒക്കെ, പിന്നെ എൻഡോക്സിൻ ആൻഡ് ഓക്സിറ്റോസിൻ അല്ലെ? ഈ 4 ഹോർമോണാണ് ഹാപ്പി ഹോർമോൺ. നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട് അല്ലെ? ഏതൊക്കെ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഈ സാധനത്തെ ഇല്ലാതാക്കും ഈ പറയുന്ന 4 ആൾക്കാർ. സ്ട്രെസ് ഹോർമോൺസ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടും 3 ഹോർമോൺസ് ഉണ്ടാവും. ഏതൊക്കെയാണത്? അഡ്രിനാലിൻ, ഗോഡി. പിന്നെ ഒന്നത്, രണ്ടാമത്തത് അഡ്രിനാലിൻ വേറൊരു പേരുണ്ട്. എന്താണ്? എപ്പിനെഫ്രീൻ. ഓക്കെ, രണ്ടും ഒരേ പേരാണ് അല്ലെ? അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രീൻ. രണ്ടാമത്തേതാണ് അതോ അതേ പേരുമായി സാമ്യമുള്ളതാണ്. എന്താണ്? യെസ്, നോറെപ്പിനെഫ്രീൻ. എപ്പിനെഫ്രീൻ, നോറെപ്പിനെഫ്രീൻ. ഒന്നും കൂടി ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന പേരാണ്. അതല്ല, എല്ലാവർക്കും അറിയാം. ഹാർട്ട് ഈസ് പൗണ്ടിങ്. പറഞ്ഞു നോക്കിയ, ശ്രമിച്ചു നോക്കിയാണ്. മൂന്നാമത്തെ എന്താണ്? അതെല്ലാവർക്കും അറിയുന്നതാണ്. കോർട്ടിസോൾ. കേട്ടില്ലേ? സിമ്പിൾ സാധനം. ഈ 3 സ്ട്രെസ് ഹോർമോൺ. നമ്മൾ ടെൻഷൻ അടിച്ചാൽ, പേടിച്ചാൽ, ബേജാറായാൽ, പഠിക്കുമ്പോഴൊക്കെ സ്ട്രെസ് വരില്ല അല്ലേ? ആ സമയത്തൊക്കെ ഇവനാ ഉണ്ടാവുന്നത്. ഈ 3 സാധനം വന്നിട്ട് നമ്മൾ ആകെ കുഴപ്പത്തിലെക്കും. അതിനെ അടക്കം നിർവീര്യമാക്കാനും നമുക്കൊരു നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 4 പേര് നമ്മൾ പേര് പറഞ്ഞു. എന്തൊക്കെയാ പേര് പറഞ്ഞത്? 4 ആൾക്കാരെ പേരെന്താ പറഞ്ഞത്? ഹാപ്പി ഹോർമോൺസ്, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, മറക്കരുത് ഇതൊക്കെ. പിന്നെ സെറട്ടോണിൻ ആൻഡ്
ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോക്സിൻ ആൻഡ് ഡോപ്പമിൻ അല്ലേ? അപ്പൊ നമുക്ക് ജീവിതത്തില് സന്തോഷം വേണം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. പഠന കാര്യവുമായി ബന്ധപ്പെട്ട് ഈ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. ഞാൻ ഇതിന് പഠിച്ച ആളെ എനിക്കറിയാം, 5 കൊല്ലം ഇതിന് പഠിച്ച ആളാണ്. സ്ട്രെസ് നന്നായിട്ട് അറിയാം, അത്രമാത്രം സ്ട്രെസ് തേക്കും നമ്മൾ. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾക്ക് ഹാപ്പി ആയിരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് എൻ്റെ ആമുഖമായിട്ട് പറയുന്നത്. ഈ ടെൻഷൻ അടിച്ച് മുഖമൊക്കെ അങ്ങനെ വക്രിച്ചിരിക്കാനൊന്നും പാടില്ല. ഒന്ന് ചിരിച്ചിട്ടൊക്കെ ഇരിക്കുക, ഒന്ന് സന്തോഷിക്കുക ചെയ്യാം. ഓക്കെ, വിദ്യാർത്ഥികള് 4 ടൈപ്പ് ഉണ്ട്. There are 4 types of students depending upon their goals. ഏതൊരു വിദ്യാർത്ഥിക്കും ഗോൾ ഉണ്ടാവണം, മസ്റ്റ് അല്ലേ? ഈ പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ച കുട്ടികളൊക്കെ ഒരു ഗോളിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം ആർട്സ് വിഷയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗോളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗോൾ എന്നത് നമുക്ക് എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. പഠന പ്രക്രിയയിൽ ഇഫ് യു ഹാവ് നോട്ട് സെറ്റ് യുവർ ഗോൾസ് യു ഹാവ് ടു ഡു ഇറ്റ്. സാധാരണ പറഞ്ഞ നമ്മൾ ഹൈസ്കൂൾ ലെവൽ 8, 9, 10 ക്ലാസ്സുകൾ പഠിക്കുമ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തിരിക്കണം. ഇനി അപ്പോ ആയില്ലെങ്കിൽ +1, +2 പഠിക്കുമ്പോഴെങ്കിലും, അത് വൈകിട്ടുണ്ട്. അപ്പൊ ആ ഗോളിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ 4 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പേരാണ് ദേ ഹാവ് നോ ഗോൾസ്. എന്താണ്? ഒരു ലക്ഷ്യമില്ല, നിശ്ചയമില്ല, ആഗ്രഹമില്ല, ചുമ്മാ അങ്ങനെ സ്കൂളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആരൊക്കെയോ പോകാൻ പറഞ്ഞില്ല, ആരൊക്കെയോ പോകുന്നുണ്ട്, അവരെ കൂടെ അങ്ങനെ പോകുന്ന ഒരു വിഭാഗം. ഈ വിഭാഗം പലപ്പോഴും നെഗറ്റീവ് തിങ്കിങ് ആൾക്കാരായിരിക്കും. നെഗറ്റീവായിട്ട് എല്ലാത്തിനും അവർക്ക് ഒരു വിമുഖതയായിരിക്കും, എതിർപ്പായിരിക്കും. എന്താ പഠിച്ചിട്ട് കാര്യം? അതുകൊണ്ട് എന്ത് കാര്യമാണ്? അവര് പഠിക്കില്ല എന്ന് മാത്രമല്ല, ചില മറ്റുള്ളവരെ പഠിക്കാനും സമ്മതിക്കില്ല. കൂടെയുള്ള കൂട്ടുകാരൊക്കെ അവരെങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പഠിക്കുന്ന കുട്ടി പോലും ഈ കൂട്ടത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവനും അവളും പുറകോട്ട് പോകും. കാരണം അവൻ നെഗറ്റീവാണ്. അപ്പൊ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതില് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുട്ടി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ കുട്ടിയായി മാറിയിട്ടുണ്ടെങ്കിൽ, അഥവാ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുന്ന ഒരു കുട്ടിയായിട്ടുണ്ടെങ്കിൽ, അതിന്റെ കാരണങ്ങളിൽ ഒന്ന് മനോഭാവം ഏതായാലും ശരി, നെഗറ്റീവാട്ടെ പോസിറ്റീവാട്ടെ ഏതുമാണെങ്കിലും അത് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ചെറുപ്പകാലത്താണ്, കുട്ടിക്കാലത്താണ്. 13 വയസ്സ് വരെയുള്ള പ്രായമാണ് ഒരു കുട്ടിയുടെ മനോഭാവം നിശ്ചയിക്കുന്നത്. ആ പ്രായത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ 13 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവന് അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, അത് തിക്തമായ പ്രയാസമുള്ള അനുഭവങ്ങളാണെങ്കിൽ അവൻ മോശം മനോഭാവത്തിലേക്ക് പോകും. അവന്റെ അനുഭവങ്ങൾ നല്ലതാണെങ്കിൽ അവൻ നല്ല അനുഭവത്തിലേക്ക് പോകും. അപ്പൊ നമ്പർ 1 ഈസ് അവരുടെ അനുഭവം, their experiences in life. നമ്പർ 2, the environment, അവർ വളർന്നു വരുന്ന സാഹചര്യം, വീട്ടിലെ സാഹചര്യം, കൂട്ടുകെട്ടിലെ സാഹചര്യം, സ്കൂളിലെ സാഹചര്യം തുടങ്ങിയിട്ടുള്ള എൻവയൺമെന്റ് ആണ് അതിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകങ്ങൾ. മൂന്നാമത്തെ ഘടകമുണ്ട്, അത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഒരു കുട്ടി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പോയെങ്കിൽ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അവനക്കുണ്ടായ അനുഭവങ്ങളാണ്, ചെറുപ്പകാലത്തുണ്ടായ അനുഭവങ്ങളാണ്, ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള അവന്റെ ജീവിത സാഹചര്യമാണ്, അവന്റെയും അവന്റെ വീട്ടുകാരുടെയും പിന്നെ വിദ്യാഭ്യാസമാണ്. ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് എൻ്റെ നാട്ടിന് കുറച്ച് അപ്പുറത്ത് പരപ്പനങ്ങാടിയിൽ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. SLC കുട്ടികൾക്ക് വേണ്ടിയാണ്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. ആ സ്കൂളിലെ ഫസ്റ്റ് ബാച്ചാണ്. ഫസ്റ്റ് ബാച്ചിലെ മുഴുവൻ കുട്ടികളെയും വിജയിപ്പിക്കുക. ഇന്നത്തെ പോലെ പരീക്ഷ കുറച്ച് ടഫാണ്, ഇപ്പോഴത്തെ പോലെ അല്ല. ആ 32 കുട്ടികളുള്ളൂ ആകെ. ഈ 32 കുട്ടികളെയും വിജയിപ്പിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഫസ്റ്റ് ബാച്ചാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴേ, ഈ സ്കൂളിൽ ചെന്നപ്പോഴേ അവിടുത്തെ HM എന്നോടൊരു കാര്യം പറഞ്ഞു. നോക്കൂ, നിങ്ങൾ 10 കൊല്ലം മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാര്യമില്ല. HM പറഞ്ഞു, ഈ 32 കുട്ടികളിൽ ഡോക്ടറെ 11 കുട്ടികളും ലഹരിക്കടിമയാണെന്ന് പറഞ്ഞു. അന്നത്തെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ സംഭവം വരാൻ കാരണം? 11 കൂടി, 11 അത്ര ഇല്ല ലഹരി, അന്ന് കഞ്ചാവ് മാത്രമല്ല, വേറെ മറ്റുള്ള MDMA ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഈ 11 കുട്ടികളുടെയും വീടുകളിൽ ഇവർ പോയി
ബന്ധപ്പെട്ട് നോക്കി. ഈ 11 മക്കളുടെയും വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്. ഒന്നുകിൽ അത് ബ്രോക്കൺ ഫാമിലിയാണ്, അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ, വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളാണ്. ചിലയിടത്ത് അച്ഛന്മാര് മദ്യത്തിനും ലഹരിക്കും അടിമകളാണ്, ചിലയിടത്ത് അമ്മ ഇട്ടേച്ച് പോയിട്ടുണ്ട്, ഈ ഡൈവോഴ്സ് ഫാമിലി തുടങ്ങിയിട്ടുള്ള ആ ഒരു സാഹചര്യം. മോശമായ കുട്ടികളാണ് ചെറുപ്പത്തിലെ അവരുടെ അനുഭവങ്ങൾ അതാണ്. അവർ മുതിർന്നപ്പോൾ വലിയ കുട്ടികളായപ്പോഴേക്കും അവർ നെഗറ്റീവിൻ്റെ ആൾക്കാരായി മാറി. എല്ലാത്തിനും എതിർപ്പാണ്, പഠിക്കില്ല, മറ്റു കുട്ടികളെ പഠിക്കാണ്ട് സമ്മതിക്കില്ല. ഓർക്കുക, നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ കാര്യം നമ്മുടെ അനുഭവങ്ങളാണ്. രണ്ടാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞു, ആദ്യ വിഭാഗം ഞാൻ പറഞ്ഞു അവർക്ക് ലക്ഷ്യങ്ങളില്ല എന്ന് പറഞ്ഞു. ലക്ഷ്യങ്ങളില്ല. രണ്ടാമത്തെ വിഭാഗം ഉണ്ട്, അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എനിക്ക് നന്നായി പഠിക്കണം, പഠിച്ച് നല്ല നിലയിലെത്തുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഴിവും മിടുക്കും ഒന്നും എനിക്കില്ല എന്നൊരു അധമ ചിന്ത അവന്റെ മനസ്സിലുണ്ട്. അഥവാ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളാൽ അവൻ അപകർഷത മനോഭാവത്തിന് അടിമയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 3 സാഹചര്യങ്ങളാൽ ആ കുട്ടി അപകർഷത മനോഭാവക്കാരനായി മാറിയിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളിലെ ബഹുഭൂരിപക്ഷവും ഈ മനോഭാവക്കാരാണ്. അവനെ കൊണ്ട് ആർക്കും ദ്രോഹമൊന്നുമില്ല, പക്ഷേ അവനായിട്ട് ഒന്നിനും പരിശ്രമിക്കില്ല. കാരണം അതിനുള്ള കഴിവ് എനിക്കില്ല. എപ്പോഴും തന്നെ കുറിച്ചൊരു മോശമായ അഭിപ്രായം, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്ത കാരണം അവന് കാര്യമായിട്ടൊന്നും പരിശ്രമിക്കില്ല. ആഗ്രഹം മാത്രമുണ്ട്, ലക്ഷ്യം മനസ്സിലേ ഉള്ളൂ. അപകർഷത മനോഭാവക്കാർ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 3 കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? എൻവയോൺമെന്റ്, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. വീട്ടിലെ സാഹചര്യം മോശമാണെങ്കിൽ ആ കുട്ടികളും മോശമാവും. ശ്രീകുട്ടി എന്ന കുട്ടി, മോള് 6 വയസ്സേ അവൾക്ക് പ്രായമുള്ളൂ. അവള് ഓടി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ നമ്മുടെ കിണറ്റില് ഒരു എലി വീണിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അമ്മ പറഞ്ഞു, ശ്രീകുട്ടി നീ വേഗം പോയിട്ട് ആ എലിക്കണി എടുത്ത് കിണറ്റിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞു. എന്തിനാണ്? എലിയെ പിടിക്കാൻ. വേഗം പോയിട്ട് ആ സ്റ്റോർ റൂമിൽ നിന്ന് എലിക്കണി എടുത്ത് കിണറ്റിലേക്ക് ഇടുമോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ മൂത്ത ചേച്ചി പറഞ്ഞു, അമ്മ എന്താണ് ഈ പറഞ്ഞത്? എലിക്കണിക്ക് എലി കേറൂല, അങ്ങനെ കേറുവോ കിണറ്റിന്ന്? അമ്മ അങ്ങനെ പറയില്ല. ശ്രീകുട്ടി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കിച്ചുപൂച്ചയെ പിടിച്ച് നമുക്ക് കിണറ്റിലേക്ക് ഇടാന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, നമ്മുടെ കിച്ചുപൂച്ച ഉണ്ടല്ലോ അവനെ പിടിച്ച് കിണറ്റിലേക്ക് ഇടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ഇനി എന്തായി പറഞ്ഞത്? പൂച്ച, നമ്മളെ കിച്ചുപൂച്ച അങ്ങനെ എലിനെ പിടിക്കുന്ന പൂച്ചയൊന്നുമല്ല, പൂച്ച ചാവുന്നല്ല പറഞ്ഞത്. ചിന്തിക്കുന്നതാണ്, കിച്ചുപൂച്ച എലിയെ പിടിക്കാറില്ലല്ലോ. അങ്ങനെ അമ്മയും മൂത്തമകളും മകളുമായി തർക്കായി. മൂത്തമകള് പറയുന്നത് കിച്ചുപൂച്ച പിടിച്ച് കിണറ്റിലേക്ക് ഇടാം, എലിയെ പിടിക്കാൻ. അമ്മ പറഞ്ഞ് എലിക്കണി ഇടാം. ഈ തർക്കം കേട്ടാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ ബഹളം വെക്കണ്ട, അത് എലി വീണപ്പോ തന്നെ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ ചെയ്തത്? അത് ഞാൻ ചെയ്തു കഴിഞ്ഞു, ഒരു നീ പേടിക്കാനില്ല. എന്താണ് നിങ്ങൾ ചെയ്തത്? ഞാൻ ഒരു ബക്കറ്റ് നിറയെ എലിവിഷൻ കലക്കി കിണറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് അച്ഛന്? അച്ഛനും കണക്കാണ്, അമ്മയും കണക്കാണ്, മോളും കണക്കാണ്. പിന്നെ ശ്രീകുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് കണ്ടും കേട്ടും അനുഭവിച്ചല്ലേ ശ്രീകുട്ടി വളരുന്നത്. അവൾ എവിടെ എത്തും നമുക്കറിയാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിലുണ്ടാകും. കുറച്ചൊക്കെ ഒരു വകതിരിവും പരിസര ബോധവും നീ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നീ ഇല്ലെങ്കിൽ പോലും ലോക വിവരം ഉണ്ടാക്കുന്ന ഒരു പാരന്റ്സ് ആയിട്ട് നമ്മൾ മാറണം. അപ്പൊ 2 വിഭാഗം പറഞ്ഞു. ഇനി 3ാമതൊരു വിഭാഗമുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്, ലക്ഷ്യമുണ്ട്, ഒക്കെ ഉണ്ട്. അതിനു വേണ്ടി ഒരു പരിശ്രമിക്കും. മനസ്സിൽ ലക്ഷ്യമുണ്ട്, അതിനു വേണ്ടി ഒരു പരിശ്രമിക്കുകയും ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും ഒരു പരാജയമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവർ പിന്നെന്ത് ചെയ്യും? ഇനി എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും അല്ലെ? പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു വിഷയത്തിൽ തോറ്റുപോയി, അല്ലെങ്കിൽ മാത്സ് കുറച്ച് പ്രയാസമാണ്, അല്ലെങ്കിൽ കെമിസ്ട്രി കുറച്ച് പ്രയാസമാണ്, ഇനി എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ 4ാമത്തെ വിഭാഗം, അത് നിങ്ങൾ പറയാ, എങ്ങനെയായിരിക്കും നിങ്ങൾ പറയും? ഹലോ ഹലോ എന്ന് പറയുമ്പോ എന്താ പറയാ? ഉറക്കെ പറഞ്ഞേ, ഹലോ പോരാ, ഹലോ ഉറക്കെ, ഹായ് ഹലോ. അപ്പൊ 4ാമത്തെ വിഭാഗം എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞു 3 ഞാൻ പറഞ്ഞു അല്ലേ? എന്താണ്? ലക്ഷ്യമൊന്നുമില്ലാത്തവരാണ് ഒരു വിഭാഗം.
രണ്ടാമത്തെ ലക്ഷ്യമുണ്ട്, പക്ഷേ തന്നെ കൊണ്ട് പറ്റില്ല എന്ന അധമ ചിന്ത കാരണം പ്രയത്നിക്കില്ല. മൂന്നാമത് പറഞ്ഞു ലക്ഷ്യമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പരിശ്രമിക്കുകയും ചെയ്യും, പക്ഷെ എവിടെയെങ്കിലും ഒരു പരാജയമുണ്ടായാൽ അതോടെ അവസാനിപ്പിക്കും. അപ്പൊ നാലെന്തായിരിക്കും? വീണ്ടും പരിശ്രമിക്കുന്ന ലക്ഷ്യത്തിലെത്തണ. യെസ്, അത് തന്നെ. നമ്മളെ പേര് ഷഹാന പറഞ്ഞ ശരിയാണ്. അവര് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എന്തൊക്കെ പരാജയങ്ങളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്തും അവർ. അപ്പൊ നിങ്ങൾ ഏത് വിഭാഗക്കാരായി മാറണം? ഹലോ, നാലാമത്തെ അവരാണ് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് അഥവാ ഉത്കൃഷ്ട മനോഭാവം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എളുപ്പമല്ല. ഉത്കൃഷ്ട മനോഭാവികളാകണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഞാൻ ചെക്ക് ചെയ്യട്ടെ. റെഡിയാണോ? എന്നാ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും കുറേ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഇരുന്നോളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കളിയാണ്. രണ്ട് പേര് മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. അടുത്തടുത്തുള്ള രണ്ട് പേര് മുഖത്തോട് മുഖം നോക്കി തിരിഞ്ഞു നിൽക്കുക. മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. രണ്ട് പേര്. ആരെയും കിട്ടാത്തുണ്ടെങ്കിൽ അപ്പുറത്തൊരാളെ കണ്ടുപിടിക്കുക. ഏതെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തികയുന്നില്ല, ഒറ്റക്കാണെങ്കിൽ അപ്പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും ഒരു പേരുണ്ടാവണം. മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. റെഡിയല്ലേ? ഹലോ, റെഡിയല്ലേ? ഇനി മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ആ പരസ്പരം നോക്കി നിൽക്കുന്ന ഒരാളില് രണ്ടുപേരിൽ ഒരാൾക്ക് അല്പം നീളം കൂടുതലുണ്ടാവും. ഇല്ലേ? ഉണ്ടാവും അല്ലേ? ഒരാൾക്ക് അല്പം നീളം കൂടുതലുണ്ടാവും. റെഡിയല്ലേ പറഞ്ഞത്? ഇനി ഒരേ നീളം ആരെങ്കിലും ഉണ്ടോ? കൈപോക്കിയിട്ട് ഒരേ നീളം ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാവും ഒരേ നീളം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ രണ്ടുപേരും ഒരാൾക്ക് അല്പം തടി കൂടുതലുണ്ടാവും. അഥവാ ഒരേ നീളാണെങ്കിൽ തടി കൂടുതലുണ്ടാവും അല്ലേ? ഒരാൾക്ക് അല്പം തടി കൂടുതലുണ്ടാവും. അപ്പൊ ഈ നീളം കൂടിയ ആള്, ഒരേ നീളാണെങ്കിൽ തടി കൂടിയ ആളുടെ നമ്പറാണ് 1. പരസ്പരം നോക്കി നിൽക്കുന്നവരില് നീളം കൂടിയ ആളുടെ നമ്പർ എത്രയാണ്? 1. അപ്പൊ എല്ലാ ഒന്നും കൈപൊക്കിയട്ടെ. ഒരു ഗ്രൂപ്പിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ഒന്നുള്ള ആള് അല്ലേ? രണ്ടുപേരിൽ ഒരാളോ ഒന്നായിരിക്കും, മറ്റേ ആളോ 2 ആയിരിക്കും അല്ലേ? ഒരാൾ 1, മറ്റേ ആള് 2. ഇപ്പൊ 2 കൈപൊക്കിയട്ടെ. എല്ലാ രണ്ടും. മുകളിലൊക്കെ കൈപൊക്കാം. എല്ലാവർക്കും 2. മുഖത്തോട് മുഖം നോക്കുന്നു. മുകളിൽ ഇങ്ങോട്ട് നോക്കട്ടെ, മുഖത്തോട് മുഖം നോക്കിയാൽ മതി. ഓക്കെ, 2. അപ്പൊ ഇനി എല്ലാ ഒന്നുകാരും ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളോട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോ നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ മറ്റാളുടെ നേരെ നീട്ടി കൊടുക്കണം. മുഷ്ടി ഇങ്ങനെ ആക്കുക, മറ്റാളുടെ നേരെ നീട്ടി കൊടുക്കുക. ആര്? നമ്പർ 1. മനസ്സിലായില്ലേ? നമ്പർ 1 ചെയ്യേണ്ട അങ്ങനെയാണ്. മുഷ്ടി ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ നീട്ടി കൊടുക്കുക മറ്റാൾക്ക് നേരെ. ഓക്കെ. നമ്പർ 2 ശ്രദ്ധിച്ചു കേൾക്കുക. നമ്പർ 2 ചെയ്യേണ്ടത്, ഞാൻ വെറും 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരുള്ളൂ. വെറും 5 സെക്കൻഡ്. ആ 5 സെക്കൻഡ് കൊണ്ട് നമ്പർ 1 ഇങ്ങനെ പിടിച്ച വിരൽ ഇങ്ങോട്ട് തുറക്കാൻ നോക്കുക. വെറും 5 സെക്കൻഡ്. ആ 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് സർവ്വശക്തി എടുക്കാം. 5 സെക്കൻഡ് സമയമുള്ളൂ. 1, 2, 3, 4, 5 അത്ര സമയം ഉണ്ടാവുള്ളൂ. ആ 5 സെക്കൻഡ് കൊണ്ട് സർവ്വശക്തിയും എടുത്ത് മറ്റേ ആളുടെ ഇങ്ങനെ പിടിച്ച കൈ തുറക്കാൻ നോക്കുക. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അയാളുടെ കൈന്റെ വിരൽ മാന്തി പൊളിക്കരുത്. പാവാണ്, ഇനി മുന്നോട്ട് പോകണ്ടേ. എല്ലൊന്നും ഒടിച്ചേക്കരുത്. കിട്ടിയ ചാൻസ് അല്ലേ? എല്ലൊന്നും ഒടിക്കരുത്, മാന്തി മുറിയാക്കരുത്. അത്രേ ഉള്ളൂ. ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം നിർത്തിക്കോണം. തുറന്നാലും ശരി തുറന്നിലും ശരി അപ്പം നിർത്തിക്കോണം. പിന്നെ ഗുസ്തി പാടില്ല, അതുവരെ ഗുസ്തി പിടിക്കാം. ഓക്കെ. നമ്പർ 2 നല്ലൊരു ചാൻസ് ആണ്. നമ്പർ 2 നോക്കിക്കോളൂ, നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണ്. റെഡിയല്ലേ? അപ്പൊ എല്ലാ നമ്പർ 1 കൈ ഇങ്ങനെ പിടിച്ചോളൂ. എല്ലാ നമ്പർ 1 റെഡിയായോ? നമ്പർ 1 കൈ പിടിച്ചില്ലേ? പിടിച്ചോളൂ. നമ്പർ 2 ഞാൻ ഇപ്പൊ പറയും. ഏത് വേണമെങ്കിൽ 2 കൈ ഉപയോഗിക്കാം തുറക്കാന്, ഒരു പ്രശ്നമില്ല. പക്ഷെ എല്ലൊടിക്കാൻ പാടില്ല. എങ്ങനെ?
ഇല്ല നമ്പർ 1 ഇങ്ങനെ പിടിക്കാനേ പാടുള്ളൂ, 2 കൈ മുറുക്കി പിടിക്കാൻ പാടില്ല. നമ്പർ 1 ഇതേ അവസരമുള്ളൂ. പക്ഷെ നമ്പർ 2 ഒരു കൈ തുറക്കാൻ പറ്റണില്ലെങ്കിൽ രണ്ടാമത്തെ കൈ ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്പർ 1 വേറൊരു ഇതിൽ എങ്ങനെ പിടിച്ചാൽ മതി, കൈ ഇതാ പിടുത്തം ഇങ്ങനെ ഇങ്ങനെ. റെഡി? നമ്പർ 1 പിടിച്ചില്ലേ? നമ്പർ 2 ആരും റെഡി അല്ലേ? നമ്പർ 2 റെഡി അല്ലേ? ഞാൻ ഇപ്പൊ പറയും സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുക, സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിർത്തിക്കോളാം. ഇപ്പൊ പറയട്ടാ, start 1 2 3 4 5 stop. ഓക്കെ, എല്ലാ നമ്പർ 2 ഇരിക്കുക, നമ്പർ 2 മാത്രം ഇരിക്കുക, നമ്പർ 2 മാത്രം ഇരിക്കുക, നമ്പർ 1 നിൽക്കുക. ഓക്കെ, ഈ നമ്പർ 1 കൈ തുറക്കാത്തവര് എല്ലാവരും ഇരുന്നോളൂ. തുറക്കാത്തവർ എല്ലാവരും ഇരിക്കുക, തുറന്നവര് മാത്രം നിൽക്കുക, കൈ തുറന്നവര് മാത്രം നിൽക്കുക, തുറന്നവര് ഇത്രേ ഉള്ളൂ. മേലെ ആരെങ്കിലും ഉണ്ടോ? ആകെ കൈ തുറന്നു അല്ലേ? കൈ തുറന്നില്ലേ? ഓക്കെ, ഈ നിൽക്കുന്ന 1 2 3 4 5 6 7 ആള്. ഇവിടെ 250 ആളില്ല ഇവിടെ മൊത്തം അല്ലേ? 250 ആൾക്കാരുണ്ട് ഇവിടെ. അതിൽ 125 പേരും നമ്പർ 1 ആണല്ലോ അല്ലേ? പകുതി നമ്പർ 1 ആണ്. ആ നമ്പർ 1 കൈ തുറന്നത് വെറും 7 പേരുടെയാണ്. ബാക്കി ആരുടെയും കൈ തുറന്നിട്ടില്ല. കൈ തുറന്നത് അവള് ബലമായി തുറന്നോ, നിങ്ങളെ തുറന്നു കൊടുത്തോ? ഗുസ്തി പിടിച്ച് തുറന്നാണോ അവള്? ബലമായി തുറന്നാണോ? ബലമായി തുറന്നാണ്. നിങ്ങൾ തുറന്നു കൊടുത്തല്ല, എന്നാ ഇരിക്കൂ. സ്വയം തുറന്നു കൊടുത്തിട്ടാണെങ്കിൽ മാത്രം നിൽക്കുക, അല്ലാത്തവർ ഇരിക്കുക. സ്വയം തുറന്നു കൊടുത്തു എന്നാ പിടിച്ചോ. തുറന്നു കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്താത്ത മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ബാക്കി എല്ലാവരും ബലമായി തുറന്നാണ്. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ നമ്പർ 1 താത്ത കൈ തുറന്നു കൊടുത്തില്ലേ? വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായില്ല. മറ്റേ നല്ല സന്തോഷമായില്ലേ? ഗുസ്തി പിടിക്കുക, അങ്ങനെ തുറന്നു കൊടുത്തു, എന്നാ പിടിച്ചോ അല്ലേ? ഈ താത്ത കൈയ്യോടി എടുത്ത എല്ലാവരും, താത്ത കൈയ്യോടി എടുത്തേ. 125 പേരില് ഒരാള് മാത്രമാണ് ഈ ഗെയിം ജയിച്ചത്. ഞാൻ നമ്പർ 1 കൈ മുറുക്കി പിടിച്ചോ, വിട്ടു കൊടുക്കരുത് ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ ഇങ്ങനെ പിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഇതെങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ നമ്പർ 2 എന്ന് പറഞ്ഞറിയോ, സർവശക്തിയുമെടുത്തോ 5 സെക്കൻഡേ ഉള്ളൂ, ഗോൾഡൻ ചാൻസ് കാണുന്നു പറഞ്ഞപ്പോ നമ്പർ 1 തീരുമാനിച്ച അങ്ങോട്ട് വാ, എന്റെ കൈ തുറക്കാൻ മാത്രം ഈ ആയിട്ടില്ല, ഞാൻ അങ്ങനെ വിട്ടു തരൂല അല്ലേ? എന്താണ് വിട്ടുവീഴ്ച മനോഭാവില്ല. ഒന്ന് വിട്ടുകൊടുത്ത് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? സന്തോഷമായി മറ്റേക്ക്? ഞാൻ അങ്ങനെ പിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ മനസ്സങ്ങ് തീരുമാനിച്ചു, അതങ്ങനെ തുറക്കാൻ പറ്റിയ കയ്യൊന്നല്ല മോളെ, ഞാൻ മോശക്കാരിയല്ല മോനെ. അപ്പൊ പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവം. ഇതിപ്പോ ആകെ ഒരാൾക്കേ ഉള്ളൂ ഇവിടെ അല്ലേ? മാറ്റിയെടുക്കുക. വിട്ടുവീഴ്ചകൾ ഒരുപാട് വേണം നമുക്ക്, ഒരുപാട് ഒന്ന് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആയി മാറാൻ സാധിക്കും, പറ്റായില്ലല്ലോ, സാധിക്കും. പല വിഷയങ്ങളിലും നമ്മളൊന്ന് പുറത്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അവൻ ജയിക്കട്ടെ, അപ്പൊ നമുക്ക് സന്തോഷമായി. അതല്ലാതെ വാശിയും പിടിവാശിയും കുറുമ്പും ഒക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസങ്ങളേ ഉണ്ടാവും നമുക്ക്. അങ്ങനെയുള്ളവർ മറ്റുള്ള സഹായിക്കും. അപ്പൊ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ജീവിത വിജയത്തിന്, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡെവലപ്പ് എ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, എങ്കിൽ നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണല്ലോ, ആരാണ് ഒരു യഥാർത്ഥ വിദ്യാർത്ഥി? ആരാണ് ഒരു യഥാർത്ഥ വിദ്യാർത്ഥി? അഥവാ ഒരു യഥാർത്ഥ വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണല്ലോ. എന്താണ്? ഡിറ്റർമിനേഷൻ. വെരി ഗുഡ്. കൈയടിച്ചോ? പിന്നെ തെറ്റിക്കോട്ടെ, പേടിക്കണം. തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയം പറഞ്ഞോളൂ. തെറ്റോ ശരിയോ നോക്കണ്ട. നിങ്ങൾക്കും പറയട്ടോ, രക്ഷിതാക്കൾക്കും പറയാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടു കൂട്ടർക്കും ബാധകമാണ്. സഹജീവി സ്നേഹം അല്ലെ? ഗുഡ്, വെരി ഗുഡ്. കൈയടിച്ചോ? സഹജീവി സ്നേഹം. പിന്നെ ഇത്രേ ഉള്ളൂ, ആ 2 ഗുണങ്ങൾ മതി വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വിദ്യാർത്ഥിയാകണമെങ്കിൽ. ക്യൂരിയോസിറ്റി അല്ലെ? ആരാ പറഞ്ഞത്? ക്യൂരിയോസിറ്റി. ഓക്കെ, വെരി ഗുഡ്. കയ്യടി, കിട്ടിയ കയ്യടി. ഈ കയ്യടിക്ക് വേറെ ചില ഗുണങ്ങൾ കിട്ടോ. നമ്മൾ കയ്യടിക്കുന്നത് ഇപ്പൊ എല്ലാവരും കൈയടിച്ചേ, എല്ലാവരും കൈയടിച്ചു. ഇങ്ങനെ നമ്മൾ കൈയടിച്ചല്ലേ? അത് നിങ്ങൾ ഇങ്ങനെ അടിച്ചാൽ അതുകൊണ്ട് ശാസ്ത്രീയമായ ചില ഗുണങ്ങളുണ്ട്.
എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്? നമ്മൾ ഇങ്ങനെ അടിച്ചാൽ കൈ ശബ്ദം വരെ ശരിയാണ്, പക്ഷെ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. ഇങ്ങനെ അടിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൂട്ടി അടിക്കുമ്പോൾ നമ്മുടെ ഈ നെർവ് എൻഡിങ്സിൻ്റെ ഇവിടെയൊക്കെ ഈ നെർവ് എൻഡിങ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. സ്റ്റിമുലേഷൻ, അതിന് ഉണർവുണ്ടാകും. അതിൻ്റെ ഒരു ഇമ്പൾസ് റിഫ്ലക്ഷൻ നമ്മുടെ ബോഡി മൊത്തം പോകും. ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ അവർ ബോഡി, എസ്പെഷ്യലി ഫോർ അവർ ബ്രെയിൻ, തലച്ചോറിന്. അപ്പൊ കൈയടിക്കാൻ ചാൻസ് കിട്ടിയ കൈയടിച്ചോളാം, അത് പരമാവധി ഇങ്ങനെ അടിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശാസ്ത്രീയമായിട്ട് ഗുണമുണ്ട്. ഓക്കെ, ഇപ്പൊ ഒന്ന് കൈയടിച്ചില്ലാരും ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ആ യെസ്, ഇതാണ് കൈയടി. അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള്? വിദ്യാർത്ഥികൾക്ക് വേണ്ട ആരാണ് യഥാർത്ഥ വിദ്യാർത്ഥി? ഇനി എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? ആത്മ ഹാർഡ് വർക്കിംഗ്, ഗുഡ്, വെരി ഗുഡ്, ഹാർഡ് വർക്കിംഗ്. ഇനി പേഷ്യൻസ്, അല്ലെ, ക്ഷമ, വെരി ഗുഡ്, വെരി ഗുഡ്. ആത്മവിശ്വാസം, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പലതും പറയാം, ഒരുപാടുണ്ട്. ഞാൻ അതിനെ ഒരു 5-6 പോയിന്റിലേക്ക് സംഗ്രഹിക്കുകയാണ്. ഇത് എല്ലാത്തിനും സംഗ്രഹിച്ച് പറയണം. ഒന്നാമത്തെ പോയിന്റ്, ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയായി നിങ്ങൾ മാറണമെങ്കിൽ പലരുടെയും ധാരണ പഠിക്കുക, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക, ഇതാണ് വിദ്യാർത്ഥി എന്നാണ്. അത് പലതിൽ ഒന്നാണ്. നമ്മളെ ഭാവി മികച്ചതാകണമെങ്കിൽ വിദ്യാർത്ഥി ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുക അതൊക്കെ നിങ്ങൾ നേടിയെടുക്കണം. പഠിത്തം മാത്രമല്ല, പഠിത്തം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അത് മാത്രമല്ല, ഒരു യഥാർത്ഥ വിദ്യാർത്ഥി നമ്പർ 1 അവൻ അല്ലെങ്കിൽ അവൾ സ്വയം അറിയണം. സ്വയം അറിയണം. എന്താ സ്വയം അറിയുക എന്ന് പറഞ്ഞാൽ? എന്നെ കുറിച്ച്, അവനവനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. വാട്ട് ആർ മൈ സ്ട്രെങ്ത്സ്, എന്തൊക്കെയാണ് എന്റെ പൊട്ടൻഷ്യൽസ്, എന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ആൻഡ് വാട്ട് ആർ മൈ വീക്ക്നെസ്സസ്, എന്റെ കുറവുകൾ എന്തൊക്കെയാണ്. ഇത് അറിയുമ്പോഴേ നമുക്കൊരു സെൽഫ് അനാലിസിസ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കഴിവുകൾ, നമ്മുടെ പൊട്ടൻഷ്യൽസ്, ദാറ്റ് വിൽ മോട്ടിവേറ്റ് us. അത് നമുക്ക് മോട്ടിവേഷൻ കിട്ടും. എന്നാലോ നമ്മുടെ കുറവുകളാണെങ്കിലോ അത് കണ്ടെത്തിയ കുട്ടിക്ക് അത് പരിഹരിക്കാൻ സാധിക്കും. നമ്മളത് കണ്ടെത്താൻ ശ്രമിക്കാറില്ല. എവിടെയൊക്കെയാണ് എൻ്റെ പോരായ്മകൾ, അതൊരു സെൽഫ് അനാലിസിസിലൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ മിക്കതും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിയ വിദ്യാർത്ഥിയെ മാറാൻ പറ്റും. അപ്പൊ മോട്ടിവേഷന് നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകണം. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ യു വിൽ ബി മോട്ടിവേറ്റഡ്. അപ്പൊ നമ്പർ 1 ഈ സ്വയം അറിയുന്നവൻ. രണ്ടാമത്താണ് അറിവ് പുതുക്കുന്നവൻ. അറിവ് പുതുക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ, വേണ്ടേ? അറിവ് പുതുക്കുന്നവനാണ് രണ്ടാമത്തവൻ. നമുക്ക് ഇന്നുള്ള അറിവല്ല നാളെ. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലഘട്ടമാണിപ്പോ, അല്ലെ? പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ കേട്ടതല്ല ഇന്ന്, ഇന്നത്തല്ല നാളെ. ഒരു പറച്ചിലുണ്ട്, പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷില്, എ പേഴ്സൺ ഹു ഗ്രാജുവേറ്റ്സ് ടുഡേ and stops learning tomorrow will become uneducated day after tomorrow. അതാണ് കാലഘട്ടം. A person who graduates today, ഇന്ന് ഒരു ഡിഗ്രിയൊക്കെ എടുത്ത ഒരാള്, and stops learning tomorrow. A person graduates today and stops learning tomorrow. എന്താ? നാളെ മുതൽ അവൻ എനിക്ക് എല്ലാം ആയല്ലോ, നീ മതി പഠിച്ചെന്ന് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? will become uneducated day after tomorrow. മറ്റന്നാൾ ആകുമ്പോഴേക്കും അവൻ ഒന്നിനും കൊള്ളാത്തവനായി മാറും. കാരണം ലോകത്ത് വിജ്ഞാന വിസ്ഫോടനമാണ്, അതിവേഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞു കാണും, അല്ലേ? എൻ്റെ രണ്ടാമത്തെ മകന് ഇപ്പോ ഫസ്റ്റ് സെമസ്റ്റർ ആണ് എഞ്ചിനീയറിംഗിന്. അവൻ അവിടെ ചേർന്നത് ട്രിപ്പിൾ ലീക്കാണ്. അപ്പോഴാണ് ആ കോളേജില് CS+AI കോഴ്സ് ആരംഭിച്ചത്. AI നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലേ, അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോഴ്സ്. എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഇതിലേക്ക് മാറുന്ന ഒരു ചാൻസ്, ഞാൻ ധൈര്യമായി മാറിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു, മാറണം എന്ന് പറഞ്ഞു. കാരണം അതാണ് ഡെവലപ്പിംഗ് ഫീൽഡ്. ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിനൊപ്പം നീന്താൻ നമുക്ക് സാധിക്കണം. എനിക്ക് MBBS അഡ്മിഷൻ കിട്ടി, ഇനി MBBS ആണ് പൂർത്തിയാക്കാൻ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നും ഉണ്ടാവില്ല. കാരണം മെഡിക്കൽ മേഖലയിലും അതിശീഘ്രമാണ് മാറ്റങ്ങൾ വരുന്നത്. എഞ്ചിനീയറിംഗ് മേഖലയിലും അതിശീഘ്രമാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖല എടുത്താലും. ഇപ്പൊ മൊബൈൽ നിങ്ങൾക്കല്ലേ, മൊബൈലിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും മൊബൈലിൽ പുതിയ 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 അപ്ഡേഷൻസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ആരാണ് ഈ മൊബൈൽ കണ്ടുപിടിച്ചത്? മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ?
എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്. പക്ഷെ ആ കണ്ടുപിടിച്ച് പാവം മനുഷ്യൻ ആർക്കും അറിയില്ല അല്ലേ? കഷ്ടല്ലേ അത്? തോമസ് ആൽവ എഡിസൺ ആരാണ്? ബൾബ് കണ്ടുപിടിച്ചത്. ഐൻസ്റ്റീൻ ആരാണ്? ഐൻസ്റ്റീൻ ഇവിടെ ഫിസിക്സുകാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാരൊക്കെ. ഐൻസ്റ്റീൻ എന്താ കണ്ടുപിടിച്ചത്? ഐൻസ്റ്റീനോ? അല്ലല്ല, ഐൻസ്റ്റീൻ. ന്യൂട്ടൺ എന്താ കണ്ടുപിടിച്ചത്? ന്യൂട്ടൺ. അതാണ് നിങ്ങൾ പറഞ്ഞത്, ന്യൂട്ടൺ. ഈ ഐൻസ്റ്റീനെ കൊണ്ടോ ന്യൂട്ടനെ കൊണ്ടോ നമുക്ക് വലിയ കാര്യം ഉണ്ടാവും, വലിയ കാര്യം നിങ്ങൾക്ക്. നിങ്ങളിതൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യം കിട്ടുന്നതാണ് മൊബൈല്. എന്നിട്ട് അത് കണ്ടുപിടിച്ച ആളെ പേര് എനിക്ക് ഓർമ്മയില്ല. ഗ്രഹാം ബെല്ലോ. ഗ്രഹാം ബെൽ എന്താണ് കണ്ടുപിടിച്ചത്? ഇതാണ് ടെലിഫോൺ അല്ലേ? അപ്പൊ ആരാണ് കണ്ടുപിടിച്ചത്? ഇനി മറക്കാൻ പാടില്ല. എന്താണ്? മാർട്ടിൻ കൂപ്പർ. കേട്ടിട്ടില്ലേ? മാർട്ടിൻ. പഠിച്ചില്ലേ? പുതിയ കാര്യം പഠിച്ചില്ലേ? മൊബൈൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഇല്ലേ? മോശമാണ് കേട്ടോ, പാവാണ് ആ മനുഷ്യൻ. അത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് മാർട്ടിൻ കൂപ്പർ എന്ന് നിങ്ങൾ ഓർക്കണില്ല. നീ മറക്കുക? ഹലോ, മറക്കുക? അപ്പൊ ഇനി മൊബൈൽ എടുക്കണ സമയത്ത് എടുത്ത് പിടിക്കും, അപ്പൊ എന്താ ഓർക്കുക നിങ്ങള്? മാർട്ടിൻ കൂപ്പർ. വിളിക്കാൻ വേണ്ടി മൊബൈൽ എടുക്കുമ്പോൾ മാർട്ടിൻ കൂപ്പർ. ഇനി വിളിച്ചിട്ട് താഴെ വെക്കുമ്പോ നിങ്ങൾ ഒരു പേര് ഓർക്കുക. ഏതാണത് അറിയാം? എന്റെ പേര് ഞാനല്ലേ പഠിപ്പിച്ചെന്ന് അല്ലേ? മൊബൈൽ എടുക്കുക മാർട്ടിൻ കൂപ്പറും, മൊബൈൽ താഴെ വെക്കുമ്പോൾ ഹാറൂൻ അബ്ദുൾ റഷീദും. ഓർക്കുക? ഇത്രയും നല്ല അറിവ് തന്നില്ല നിങ്ങൾക്ക്, ഒരു നന്ദി വേണ്ടേ അല്ലേ? ആ മൊബൈൽ എടുക്കുമ്പോൾ മാർട്ടിൻ കൂപ്പറും, മൊബൈൽ താഴെ വെക്കുമ്പോഴും ഹാറൂൻ അബ്ദുൾ റഷീദ്. എന്തൊരു സന്തോഷം എനിക്കില്ലേ നിങ്ങൾ എല്ലാവരും ഓർക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു യഥാർത്ഥ വിദ്യാർത്ഥി അവന്റെ അല്ലെങ്കിൽ അവളുടെ അറിവ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. നമ്പർ 1 സ്വയം അറിയുന്നവനായിരിക്കണം. നമ്പർ 2 അറിവ് പുതുക്കുന്നവനായിരിക്കണം. നമ്പർ 3 എന്താ? അകം നന്നാക്കുന്നവൻ അല്ലെങ്കിൽ അവൾ. രണ്ടും കൂട്ടട്ടാ. ഇനി അവൻ എന്ന് പറയുന്നത് ബേജാറാണ്ട, ഇത് പെണ്ണിന് ബാധകമാണ്. അകം നന്നാക്കുന്ന, അകം മനസ്സ് അഥവാ നമ്മുടെ മനോഭാവം. നേരത്തെ പറഞ്ഞ മനോഭാവം, ആ മനോഭാവം നിങ്ങൾ എത്രമാത്രം പോസിറ്റീവാക്കി എടുക്കുന്നുവോ അത്രമാത്രം നേട്ടങ്ങളും വികാസവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മറിച്ച് നിങ്ങൾ വലിയ വലിയ കോഴ്സിന് പഠിക്കുന്നു എന്ന് കരുതി ഒരു നെഗറ്റീവ് മനസ്സുമായി നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് താഴെ കിടന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. അതുകൊണ്ട് സാധ്യമാകുന്നിടത്തോളം നിങ്ങൾ നിങ്ങളുടെ അകം മനസ്സ് നന്നാക്കുക. പരമാവധി പോസിറ്റീവ്. ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ പറ്റില്ല, ശരിയാണ്. സാധ്യമാകുന്നിടത്തോളം നമ്മൾ പോസിറ്റീവ് മനോഭാവത്തിലേക്ക് ഏത് മേഖലയും. നിങ്ങൾ ഡോക്ടറായിട്ട് ഇറങ്ങി നോക്കുക, ഒരു എഞ്ചിനീയറായിട്ട് ഇറങ്ങി, നിങ്ങൾ എന്ത് കോഴ്സ് എടുത്ത് ഇറങ്ങിയാലും ശരി, അവിടെ നിങ്ങൾ വിജയിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ പ്രശ്നമാണ്, ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൂന്നാമത്തെ അകം നന്നാക്കുക. നാലാമത് തെറ്റ് തിരുത്തുന്നവൻ. നമുക്ക് മിസ്റ്റേക്സ് പറ്റും അല്ലേ? പല മനുഷ്യനാണ്, ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. പക്ഷെ ആ തെറ്റുകളിൽ നിന്ന് കടിച്ച് പിടിച്ച് തൂങ്ങി നിൽക്കരുത്. മർക്കടമുഷ്ടി ഒഴിവാക്കണം. തെറ്റുകൾ തിരുത്താനുള്ള മനസ്സ് വേണം, തിരുത്തണം. ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയി, എന്തുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു? ആ വിഷയത്തെ ശപിക്കല്ല വേണ്ടത്, ആ അധ്യാപകനെ കുറ്റപ്പെടുത്തുകയല്ലേ വേണ്ടത്. മറിച്ച് എന്റെ കുറവ് കൊണ്ട്, എന്റെ പോരായ്മ കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. തിരുത്തണം. തെറ്റുകൾ തിരുത്തി 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 മുന്നോട്ട് പോകണം. അഞ്ചാമത്താണ് നിങ്ങൾക്ക് നല്ല ഒരു ഒരു ഗൈഡ് വേണം. അഥവാ ആ ഗൈഡിന്റെ സഹായത്തോടെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നേരത്തെ പറഞ്ഞ ഹാർഡ് വർക്ക് പറഞ്ഞു വിടാനോ? പ്രവർത്തിച്ചുകൊണ്ടേ. എന്താ നിങ്ങളുടെ പ്രവർത്തനം? ഇപ്പോ എന്താ പ്രവർത്തനം? പഠിക്കൽ തന്നെയാണ്. ഒരു വിദ്യാർത്ഥിയുടെ പ്രധാന പ്രവർത്തനം പഠിക്കൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ പഠിക്കണം, അതാണ് പ്രവർത്തനം. അപ്പൊ നമ്പർ 1 സ്വയം അറിയുന്നവനായിരിക്കണം. നമ്പർ 2 അറിവ് പുതുക്കണം, അകം നന്നാക്കണം, തെറ്റ് തിരുത്തണം, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം അല്ലെ? പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. പ്രവർത്തനം ഞാൻ പറഞ്ഞു പഠിക്കലാണ്. ഈ പഠനം എന്നത് പല കുട്ടികൾക്കും ഒരു വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പഠനത്തിൽ പുറകോട്ട് പോകുന്നു? അങ്ങനെ പുറകോട്ട് പോകുന്നു എന്നതിന്റെ മുഖ്യ കാരണം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്.
പ്രധാനമായിട്ടും ഒരു കുട്ടിക്ക് നന്നായി പഠിക്കണമെങ്കിൽ മിടുക്കലാവണമെങ്കിൽ അവർക്ക് വേണ്ട നമ്പർ 1 ആണ് കോൺസെൻട്രേഷൻ. വേണ്ടേ? കോൺസെൻട്രേഷൻ, ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശ്രദ്ധിച്ച് കോൺസെൻട്രേഷൻ ടെക്നിക്കിലെ 5-6 പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞു പോകാം. ടെക്നിക്കിലേക്ക് ഒന്നും പോണില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5-6 പോയിന്റ്സ്. പഠിക്കാനിരിക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ ലഭിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കാനുണ്ടാകും. ആർട്സ് കോളേജിൽ മോശമില്ല, അവിടെ നന്നായി പഠിക്കാനുണ്ട്. അപ്പൊ പല കുട്ടികളും പറയുന്നൊരു വിഷയമാണ് ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? വൈ? ചില കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നമ്പർ 1 ഈസ് 1 അറ്റ് എ ടൈം. എന്താർത്ഥം? ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക എന്ന വലിയ തത്വമുണ്ട്. ആ തത്വം നമ്മൾ ഇവിടെ പ്രായോഗികമാക്കുക. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം, മൾട്ടി ടാസ്കിങ്ങിന് പോവാതിരിക്കുക. പഠിക്കുമ്പോൾ പഠിക്കുക, കളിക്കുമ്പോൾ കളിക്കുക എന്ന് പറയുന്ന പോലെ. ആ പഠിക്കുന്ന കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കണം. മകൻ അല്ലെങ്കിൽ മകൾ പഠിക്കാനിരിക്കുമ്പോൾ അവന്റെ ശ്രദ്ധ വ്യതിചലിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക. അങ്ങോട്ട് പോയി അത് വാങ്ങിച്ചു പോ, അവിടെ പോയി നോക്കി തുടങ്ങിയിട്ടുള്ള അവരെ അവിടെ നിന്ന് ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഒന്ന് നമ്മൾ പാരന്റ്സ് ചെയ്യാതിരിക്കണം. നമ്പർ 1 അതാണ്, 1 അറ്റ് എ ടൈം. നമ്പർ 2 ഈസ് പ്രോപ്പർ സറൗണ്ടിങ്സ്. നമ്മുടെ പരിസരം, പഠിക്കാനിരിക്കുന്ന പരിസരം നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന ഒരു പരിസരമാകാൻ പാടില്ല. ടിവിയുടെ മുമ്പിൽ പോയിരുന്ന് പഠിക്കുക, മൊബൈൽ അടുത്ത് വെച്ച് പഠിക്കുക, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. കുറെ പേര് അപ്പുറത്ത് കൂട്ടം കൂടി വർത്താനം പറയുന്നുണ്ട്, അവിടെ പോയിരുന്ന് പഠിക്കുക. അതല്ല, നമ്മുടെ ശ്രദ്ധയെ വഴിതെറ്റിക്കുന്ന ഒരു പരിസരമാകരുത്. അപ്പൊ എത്ര പോയിന്റ് പറഞ്ഞു? ഒരു സമയത്ത് ഒരു കാര്യം മാത്രം. രണ്ടാമത് പറഞ്ഞത് എന്താണ്? പ്രോപ്പർ സറൗണ്ടിങ്സ്, പരിസരം ശരിയായിരിക്കണം. മൂന്നാമത്തത് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എന്നാ പറഞ്ഞു. മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. എന്ത്? പഠിക്കാനിരിക്കുന്ന ഒരു സമയവും സ്ഥലവും ഒക്കെ നിശ്ചയിച്ച് അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക. ശീലങ്ങൾ അങ്ങനെയാണ്. ചെറുപ്പത്തിലേ ഉള്ള ശീലം മറക്കുമോ? ശീലങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നമ്മുടെ കൂടെ എങ്ങനെ വരും, അല്ലേ? അപ്പൊ നിങ്ങൾ നല്ലൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. മോശമായ ശീലമാണെങ്കിലോ അതും കൂടെ തന്നെ വരും, മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. പണ്ടൊരു ചങ്ങാതി ചെറുപ്പക്കാരന്, അവൻ മഹാഗുണ്ടയാണ്, എപ്പോഴും കച്ചറയാണ്. നാട്ടുകാരുമായിട്ടൊക്കെ കച്ചറ കൂടുന്നു, അടിപിടി കൂടുന്നു, അങ്ങനെ പ്രശ്നമായി തെറിവിളി, എല്ലാവരും തെറി വിളിക്കുക. അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് പട്ടി. തെണ്ടിപ്പട്ടി, പട്ടിയുടെ മോനെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ തെറി വിളിക്കും. അപ്പൊ അടി കിട്ടും, അടി കണ്ട് കൊടുക്കും, അവനെ കൊണ്ടും കൊടുത്തും ഇങ്ങനെ കഴിഞ്ഞ് നാട്ടുകാർക്കൊക്കെ പ്രശ്നമായി, കുടുംബത്തിനും പ്രശ്നമായി നിനക്കൊണ്ട്. അങ്ങനെ ഗതി കെട്ടപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അച്ഛനോട് എടാ നീ ആ പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും, കല്യാണം കഴിച്ചാൽ അവൻ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇവനെ ശരിയാക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിച്ചു. പക്ഷേ ശരിയായില്ല എന്ന് മാത്രമല്ല, അവൻ ഒരാളെ കൂടി കിട്ടി ഇപ്പൊ തെറി വിളിക്കാൻ, അല്ലേ? ഒരു പെണ്ണിനെയും കിട്ടി. അപ്പൊ സ്ഥിരമായിട്ട് അവളെയും തെറി വിളിക്കലായി. എന്താ ഇഷ്ടപ്പെട്ട വാക്ക്? പട്ടി, ഇതൊക്കെയാണ്, തെണ്ടി എന്നൊക്കെയാണ്. അങ്ങനെ ഭാര്യയെ കൂടെ എക്സ്ട്രാ കിട്ടിയപ്പോൾ അവന് കുറച്ചും കൂടി ഹാപ്പിയായി. ഒരാളെ കൂടി എക്സ്ട്രാ, നിരന്തരം തെറിവിളിയാണ്, ബഹളങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു കുട്ടി ഉണ്ടായി. കുട്ടി ഇങ്ങനെ വളർന്ന് വലുതാവുകയാണ്. അച്ഛൻ ഇതൊക്കെ കുട്ടി കേൾക്കുന്നുണ്ടാവില്ലോ. ഒരു 4-5 വയസ്സായ സമയത്ത് ഒരിക്കൽ അച്ഛൻ പുറത്ത് പോയി വരുമ്പോൾ കുട്ടിക്ക് ഒരു തീവണ്ടി കളിക്കാൻ വാങ്ങിച്ചു കൊടുത്തു. കളിക്കാൻ തീവണ്ടി, കളിപ്പാട്ടം. അപ്പൊ കുട്ടി ഇങ്ങനെ ഇരുന്ന് കളിക്കണം, അച്ഛൻ അടുത്തിരിക്കട്ടെ. കുട്ടി ഇങ്ങനെ തീവണ്ടി ഇങ്ങനെ ഓടിച്ചു കൊണ്ട് കളിക്കുന്ന സമയത്ത് തീവണ്ടി എവിടെ നിർത്തും? സ്റ്റേഷനിൽ നിർത്തുമല്ലോ, അല്ലേ? നിർത്തുമ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടാവില്ലേ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അനൗൺസ്മെന്റ് കിട്ടില്ല. അപ്പൊ കുട്ടി അനൗൺസ് ചെയ്യാണ്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇറങ്ങാനുള്ള പട്ടികളൊക്കെ ഇറങ്ങുക, കയറാനുള്ള പട്ടികളൊക്കെ കയറുക. അവനക്ക് മനുഷ്യൻ തറ പട്ടിയാണ്, അച്ഛൻ പറഞ്ഞ് കേട്ട് ശീലിച്ചല്ലേ. പക്ഷെ അച്ഛന് ദേഷ്യം പിടിച്ചത് കേട്ടപ്പോൾ. എവിടുന്നാ പഠിച്ചത് കുട്ടിയത്? അത് മറന്നിട്ട് അയാൾ കുട്ടിനെ ഒരുപാട് തല്ലി. നീ ഇത്ര ചെറുപ്പത്തിൽ തെറിയൊക്കെ പറയുക, പട്ടി എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ കുറെ തല്ലി അടിയെ കൊടുത്തിട്ട് ഈ തീവണ്ടി അങ്ങ് എടുത്ത് വെച്ചു. നീ തരില്ല എന്ന് പറഞ്ഞു. അവൻ കൊച്ചു കുട്ടിയാണല്ലോ, അവന് ഒരേ കരച്ചിൽ ആരംഭിച്ചു. ഒരു 1/2 മണിക്കൂറോളം കരഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇനി നീ പറയോന്ന് ചോദിച്ചു. ഇല്ല അച്ഛൻ, ഇനി പറയില്ല. അങ്ങനെ പറയില്ല എന്നുള്ള കണ്ടീഷൻ അച്ഛൻ തീവണ്ടി വീണ്ടും എടുത്തു കൊടുത്ത് കളിക്കാൻ. കുട്ടി തീവണ്ടി ഓടിക്കാൻ തുടങ്ങി. തീവണ്ടി 1/2 മണിക്കൂർ ലേറ്റ് ആയില്ലേ? 1/2 മണിക്കൂർ ലേറ്റ് ആയില്ല. അപ്പൊ അത് പറയണ്ടേ? കുട്ടി പറയാണ്, യാത്രക്കാർ ക്ഷമിക്കുക, ഈ തീവണ്ടി 1/2 മണിക്കൂർ ലേറ്റ് ആവാൻ കാരണം ഇത് ഒരു പട്ടി തടഞ്ഞു വെച്ചത് കൊണ്ടാണ്. അപ്പോഴും പട്ടി തന്നെയാണ്, അല്ലേ? മറക്കാൻ പറ്റുമോ? കേട്ട് ശീലിച്ചതല്ലേ?
നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു സമയം നിശ്ചയിച്ച് അവിടെ പഠിക്കാൻ. ഇതിന് വേറെ ഗുണം കൂടെ ഉണ്ടാവും. നമ്മളുടെ ഈ ശീലങ്ങൾ നമ്മളെ ബ്രെയിൻ തലച്ചോറ് ഏറ്റെടുക്കും. യുവർ ബ്രെയിൻ വിൽ ബി ട്യൂൺഡ്. നിങ്ങൾ എല്ലാ ദിവസവും 7 മണിക്കാണ് പഠിക്കാനിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പുലർച്ചെ 4 മണിക്കാണെങ്കിൽ, എന്നും അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ട്യൂൺ ചെയ്യപ്പെടും. ദിസ് ഇസ് എ ടൈം ഫോർ സ്റ്റഡി. പഠിക്കാനുള്ള സമയമാണ് എന്ന ട്യൂൺ, ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിന് കിട്ടും. സോ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി വിൽ ബി റെഡി ടു സ്റ്റഡി. അപ്പൊ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. കോൺസെൻട്രേഷൻ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. മനസ്സിലല്ലേ? പഠിക്കാൻ ഇനി പ്രത്യേകിച്ച് നിങ്ങൾ പ്രൊഫഷണൽ കുട്ടികൾ ശ്രദ്ധിക്കുക. പഠിക്കാൻ സമയം നിശ്ചയിക്കുക. ഉറക്കൊഴിച്ച് പഠിക്കണം ഞാൻ പറയില്ല. പഠിക്കാനൊക്കെ ബ്രേക്ക് എടുക്കാം. അരമണിക്കൂർ പഠിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ പഠിക്കാനിരിക്കുക. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണം. നിങ്ങളെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു ചികിത്സയാണത്. എന്താണ്? കൃത്യസമയം നിശ്ചയിക്കുക, ആ സമയത്ത് പഠിക്കാനിരിക്കുക. എത്രണ്ണം പറഞ്ഞ്? ഏതൊക്കെ പറഞ്ഞത്? നോട്ട് ചെയ്യുന്നുണ്ടോ? ഓൺ അറ്റ് എ ടൈം, പ്രോപ്പർ സറൗണ്ടിങ്. ഇവിടെ ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നാലാമത്തത് ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. ക്രിയേറ്റ് ഇൻട്രസ്റ്റ് സ്വയം ഉണ്ടാവില്ല, കാരണം പഠിക്കുകയാണല്ലോ. കളിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പഠിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ യു ഹാവ് ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. അങ്ങ് ഇങ്ങനെ ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. സവ്ജി ദുലാക്കിയ എന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞുതരാം. കേട്ടിട്ടുണ്ടല്ലോ സവ്ജി ദുലാക്കിയ? ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ കോടീശ്വരനായിട്ടുള്ള ഒരു രത്ന വ്യാപാരിയാണ് സവ്ജി ദുലാക്കിയ. അദ്ദേഹം ഗുജറാത്തുകാരനാണ്. ഗുജറാത്തിലെ ദുധാല ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. ഈ മനുഷ്യന് വളരെ ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അധികം പഠിക്കാൻ പറ്റിയില്ല. കുറച്ചു കാലേ പഠിച്ചോളൂ, 4ാം ക്ലാസ് വരെ പഠിച്ചോളൂ. അച്ഛനെ കൃഷിപ്പണിക്ക് സഹായിക്കാൻ വേണ്ടി പോണ്ടി വന്നത്. ദാരിദ്ര്യമാണ് വീട്ടിൽ. അങ്ങനെ കുറെ കാലം അച്ഛനെ സഹായിച്ചപ്പോൾ അവന് തോന്നി അവന് ചേട്ടന്മാർ 1-2 പേര് അവിടുത്തെ ഒരു ചെറിയ രത്നക്കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ അവനും പോയി. അവിടെ ചെന്ന് കുറച്ചു കാലം ചെയ്തപ്പോൾ അവന് ഈ രത്നം മിനുക്കുന്ന പണി ഭയങ്കര ഇഷ്ടമായി. അവൻ അത് പഠിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് അറിയാം, രത്നത്തിന്റെ മിനുസവും തിളക്കവും കൂടുന്തോറും അതിന്റെ മൂല്യം വർദ്ധിക്കും, അല്ലെ? അപ്പൊ ആ പണി ചെയ്ത് ഈ കുട്ടിയിൽ എക്സ്പെർട്ടായി. അവൻ ചെറുപ്പക്കാരനായി മാറി. അപ്പൊ അവൻ തോന്നി, എന്തുകൊണ്ട് എനിക്ക് തുടങ്ങിക്കൂടാ? അങ്ങനെ അവൻ ആരംഭിക്കുകയാണ്. അവന്റെ ചേട്ടന്മാരെ കൂടെ കൂട്ടി ഹരികൃഷ്ണ എക്സ്പോർട്ടേഴ്സ് അവിടെ തുടങ്ങിയ ശേഷം പിന്നെ എക്സ്പോർട്ടിങ് തുടങ്ങി. ഹരികൃഷ്ണ എക്സ്പോർട്ടേഴ്സ്. ഇന്ന് 75ഓളം രാജ്യങ്ങളിൽ ഈ ഹരികൃഷ്ണ എക്സ്പോർട്ടേഴ്സിന് ബ്രാഞ്ചുകളുണ്ട്. 10,000-ലേറെ തൊഴിലാളികളുടെ കീഴിലുണ്ട്. ഈ മനുഷ്യന്റെ ഒരു വർഷത്തെ വിറ്റുവരവ് എന്ന് പറയുന്നത് 6,000 കോടിക്കും 8,000 കോടിക്കും ഇടയിലാണ്. ഒരു വർഷത്തെ ശതകോടീശ്വരനാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യനോട് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. അതവിടെ പ്രസക്ത. നമുക്ക് ഈ മാധ്യമക്കാരൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: സർ, എന്താണ് അങ്ങയുടെ വിജയരഹസ്യം? എന്താണ് അങ്ങയുടെ വിജയരഹസ്യം? സവ്ജി ദുലാക്കിയെ കൊടുത്ത മറുപടി നമുക്കും പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഫസ്റ്റ് ഐ ഡു ഹാർഡ് വർക്ക്, then only I think about hard work എന്ന് പറഞ്ഞു. എന്താ അർത്ഥം അതിന്റെ? ഫസ്റ്റ് ഐ ഡു ഹാർഡ് വർക്ക്, then only I think about hard work. എന്താണ്? ആദ്യം ഞാൻ ഹൃദയം കൊണ്ട് ഇത് ഏറ്റെടുക്കുന്നു, ഹൃദയത്തിലേക്ക് അങ്ങ് ആവാഹിക്കുന്നു ഈ തൊഴിലിനെ. അതിനുശേഷം മാത്രമേ ഞാൻ എന്ത് ചിന്തിക്കാറുള്ളൂ? ഹാർഡ് വർക്ക്. നോക്കൂ, നിങ്ങൾ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നുന്നു? നമുക്ക് ഇല്ല. അപ്പൊ നമുക്ക് പഠനത്തെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഇത് എനിക്ക് ആവശ്യമുള്ളതാണ്. MBBS പഠിക്കുന്ന ഒരു കുട്ടിക്ക് MBBS 1-ാം വർഷത്തിൽ പഠിപ്പിക്കുന്നതും 5-ാം വർഷത്തിൽ പഠിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഭാവിയിലെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലേ? LLBക്ക് പഠിക്കുന്ന കുട്ടിക്ക് 1-ാം വർഷം പഠിപ്പിക്കുന്നതും 4-ാം വർഷം പഠിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഭാവിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. മറിച്ച് 1-ാം വർഷം പഠിപ്പിക്കുന്നത് എന്തിനാണ്? അത് ക്ലിനിക്സ് അല്ലല്ലോ. ഞാൻ പുറത്തുപോയി പ്രാക്ടീസ് ചെയ്യേണ്ട ആളല്ലെന്ന് കരുതി 1-2 വർഷങ്ങളിൽ നിങ്ങൾ കാര്യമായി പഠിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ യു കനോട്ട് എക്സൽ. കാരണം നിങ്ങൾക്ക് പ്രാഥമിക ബേസ് ഇല്ലാത്തതാണ്. ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടാകണം. ആ നോളജ് ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾ നല്ലൊരു പ്രാക്ടീഷണർ ആവാൻ പറ്റുകയുള്ളൂ.
അതുകൊണ്ട് ആ കാലത്തിലൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ അതെനിക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം. സോ യു ഹാവ് ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. യു ഹാവ് ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. നമ്പർ 2, അടുത്തത് one at a time, proper surroundings, make it a habit, create interest. അടുത്തത് മാനേജ് യുവർ ടൈം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ടൈം മാനേജ് ചെയ്യണം. നമുക്ക് സമയം ഒരുപാടൊന്നുമില്ല, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ അറിയില്ലേ, APJ അബ്ദുൽ കലാം കേട്ടിട്ടില്ലേ? ആരായിരുന്നു? രാഷ്ട്രപതിയായിരുന്നു അല്ലേ? അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കെ നല്ല പ്രായമുണ്ട്. ഒരു പത്രക്കാരൻ ചോദിച്ചു, സാർ താങ്കൾ ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി എടുക്കുന്നു? വയോവൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം 16 മണിക്കൂർ ജോലി എടുക്കുന്നതാണ്. 16 മണിക്കൂർ. 8 മണിക്കൂറാണ് ഉറങ്ങാനും ബാക്കി എല്ലാത്തിനും കൂടെ. നിങ്ങൾ വയോവൃദ്ധരൊന്നുമല്ലല്ലേ, ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികൾക്കാണ്. അപ്പോൾ പരമാവധി സമയം നിങ്ങൾ മാനേജ് ചെയ്ത് പഠനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുക. മാനേജ് യുവർ ടൈം. ആൻഡ് ദ 6th one is be tension free. ടെൻഷൻസ്, സംഘർഷങ്ങളെ നമ്മൾ ഒഴിവാക്കണം. പഠിക്കാൻ പോകുന്നൊരു കുട്ടി മനസ്സിൽ മറ്റ് പല ചിന്തകളും ആദികളും വ്യതകളുമായി നടന്നാൽ അവൾക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? വർത്തമാന കാലത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. നമുക്ക് റിലാക്സ് ചെയ്യാൻ പഠിക്കണം. റിലാക്സേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിലാക്സേഷൻ ടെക്നിക്കുകൾ ധാരാളമുണ്ട്. ഞാൻ ഒന്ന് മാത്രം ഇങ്ങോട്ട് കാണിച്ചു തരാം. ചെയ്യാൻ പറ്റും. ഏറ്റവും റിലാക്സേഷൻ ടെക്നിക്കിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആർക്കും ചെയ്യാവുന്ന ഒന്നാണ്. അത് നിങ്ങൾക്കും ചെയ്യാം, അവർക്കും ചെയ്യാം. സിമ്പിൾ. അതിന് പറയുന്നതാണ് ബ്രീത്തിങ് ടെക്നിക്ക്. നമ്മൾ ശ്വസനം കൊണ്ടുള്ള ബ്രീത്താണ്. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ചെയ്ത് നോക്കാം. റെഡി അല്ലേ? എല്ലാം നിവർന്നിരിക്കുക. പേന അവിടെ വെച്ചോളൂ, കയ്യിലൊന്നും വേണ്ട. നിവർന്നിരുന്നിട്ട് ഒന്ന് കണ്ണടക്കുക. കൈ രണ്ടും കാൽമുട്ടിൽ വെക്കുക. പറ്റുമെങ്കിൽ ചെരുപ്പൂരി താഴെ വെക്കുക. പറ്റുമെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ. ഓക്കെ, കണ്ണടച്ചല്ലോ. ശേഷം നിങ്ങൾ മൂക്കിലൂടെ വാ അടച്ചു പിടിച്ചിട്ട് മൂക്കിലൂടെ മാത്രം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പരമാവധി, കുറച്ചല്ല, സാധാരണ എടുക്കുന്ന പോലെ പരമാവധി എടുക്കും. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം കുറച്ചു നേരം അവിടെ പിടിച്ചു വെക്കുക കുറച്ച് സമയം. എന്നിട്ട് സാവധാനം പുറത്തേക്ക് വിടുക. മൂക്കിലൂടെ വാ തുറക്കരുത്. വളരെ സാവധാനം. ഇനി ഒരു അല്പനേരം വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യണ്ട. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. 1 മുതൽ 7 വരെ എണ്ണുന്ന സമയം കൊണ്ട് എടുത്താൽ മതി. മനസ്സിൽ എണ്ണിക്കോളൂ. 1, 2, 3, 7 എണ്ണുമ്പോൾ തീരാൻ പാടുള്ളൂ വലിക്കുന്നത്. ശ്വാസം പിടിച്ചു വെക്കുക. അപ്പോഴും മനസ്സിൽ എണ്ണുക 1 മുതൽ 7 വരെ. അതുവരെ ശ്വാസം പിടിച്ചു വെക്കണം. അവിടെ പേടിക്കണം, ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. 1, 2 അങ്ങനെ 7 വരെ എണ്ണുക. ഇനി ശ്വാസം മെല്ലെ വിടുക. പക്ഷെ 12 വരെ എണ്ണുന്ന സമയം കൊണ്ട് വിടാൻ പാടുള്ളൂ. 12 എണ്ണി തീരുന്നവരെ സാവധാനത്തിൽ, അഥവാ നേരത്തെ വലിച്ചതിന് ഇരട്ടി സമയം, 14 വരെ പോകാൻ പറ്റും നല്ലത്. അല്ലെങ്കിൽ 12 വരെ എണ്ണുന്ന സമയം കൊണ്ട് നിങ്ങൾ അവസാനത്തെ ഇതും വരാൻ പാടില്ല. ലാസ്റ്റ് ശ്വാസം പുറത്തേക്ക് വിടുന്നത് 12 അല്ലെങ്കിൽ 14 വരെ എണ്ണുമ്പോഴേ തീരാൻ പാടുള്ളൂ. അത്രയും സ്ലോയിൽ വിടാൻ പാടും. 14 വരെ എണ്ണാൻ പറ്റും നല്ലത്, അല്ലെങ്കിൽ 12 ആവണം. ഇനി വീണ്ടും 7 വരെ എണ്ണുന്നവരെ പിടിച്ചു വെക്കുക. ഒന്നും ചെയ്യണ്ട, 7 വരെ എണ്ണുക. ആവർത്തിക്കുക. 7 വരെ എണ്ണുന്ന സമയം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. നന്നായിട്ട് വലിക്കുക. മാക്സിമം ലങ്സ് കൊണ്ട് വികസിക്കണം. ചെസ്റ്റ് വികസിച്ച് വരണം. അല്പനേരം വീണ്ടും പിടിച്ചു വെക്കുക. 7 വരെ എണ്ണുന്നവരെ പിടിച്ചു വെക്കുക. 7 വരെ എണ്ണല് അതുവരെ പിടിച്ചു വെക്കുക.
7 വരെ എണ്ണുന്നത് വരെ പിടിച്ചു വെക്കുക, പിന്നെ സാവധാനം പുറത്തേക്ക് വിടുക. 14 വരെ എണ്ണുന്നവരെ അതുകൊണ്ട് വിട്ട് തീർന്നാൽ മതി. മെല്ലെ മെല്ലെ വിടാവും, മെല്ലെ മെല്ലെ വിടാവും. പിടിച്ചു വെക്കുക, കുറച്ചു നേരം വെറുതെ ഇരിക്കുക, വീണ്ടും എടുക്കുക. ഇതാണ് കണ്ണു തുറക്കണ്ട. ഇതാണ് ബ്രീത്തിങ് എക്സസൈസിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ടെക്നിക്ക്. ഇതാർക്കും എപ്പോഴും 5 തവണ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ വിഷമങ്ങളോ ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ഒരു 5 തവണ ഇതേപോലെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. ഇതിന് അടുത്ത സ്റ്റേജ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് സ്റ്റേജും കൂടി ചെയ്യാൻ വേണ്ടി പോവാണ്. അതും കൂടി ചെയ്ത് നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ അവസാനിപ്പിക്കും ഞാൻ. ഓക്കെ, അത് ഈ ഇരുത്തത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ ശ്വാസം വലിച്ചാൽ വീണ്ടും ഞാൻ ചെയ്ത പോലെ തന്നെ 7 വരെ എണ്ണുന്ന വലിക്കുക, 7 വരെ എണ്ണുന്നവരെ പിടിച്ചു വെക്കുക, 14 വരെ എണ്ണുന്നവർ താഴോട്ട് ശ്വാസം വിടുക, വീണ്ടും ചുമ്മാ ഇരിക്കുക. കണ്ണടച്ച് തന്നെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ കാൽപാദങ്ങളിൽ കൊണ്ടുവരിക. കാൽപാദങ്ങളിൽ കൊണ്ടുവരിക. കാൽപാദങ്ങൾ പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്യുക, അയച്ചിടുക. റിലാക്സ് എന്ന് പറയാൻ അയച്ചിടുക, ഫ്രീ ആക്കി ഇടുക, ബലം പിടിക്കാതിരിക്കുക. കാൽപാദങ്ങൾ, കണങ്കാലിന്റെ കാൽപാദങ്ങളുടെ മുകളിലെ ഭാഗം ശ്രദ്ധിക്കുക. ആ ഭാഗവും റിലാക്സ് ചെയ്യുക, ഫ്രീ ആക്കി ഇടുക, ബലം പിടിക്കാതെ വളരെ റിലാക്സ് ചെയ്യുക. റിലാക്സ് റിലാക്സ് റിലാക്സ്. കാൽമുട്ടുകൾ ശ്രദ്ധിക്കുക, കാൽമുട്ടുകളും വളരെ ഫ്രീ ആക്കുക, റിലാക്സ് ചെയ്യുക. തുടയുടെ ഭാഗം ശ്രദ്ധിക്കുക, ആ ഭാഗവും റിലാക്സ് ചെയ്യുക. അരക്കെട്ടിന്റെ ഭാഗം ശ്രദ്ധിക്കുക, അരക്കെട്ടിന്റെ ഭാഗം റിലാക്സ് റിലാക്സ്. വയറിന്റെ ഭാഗം ശ്രദ്ധിക്കുക, അതും റിലാക്സ് ചെയ്യുക. വയറിന്റെ ഭാഗം ശ്രദ്ധിക്കുക, റിലാക്സ്, നന്നായി റിലാക്സ് ചെയ്യുക. നെഞ്ചിന്റെ ഭാഗം ഫുൾ റിലാക്സ് ചെയ്യുക, റിലാക്സ് റിലാക്സ്. കൈവിരലുകൾ ശ്രദ്ധിക്കുക, കൈവിരലുകളും ഫ്രീ ആക്കി എടുക്കുക, റിലാക്സ്. കൈമുട്ടിന്റെ ഭാഗം വരെ ശ്രദ്ധിക്കുക, കൈമുട്ടിന്റെ ഭാഗം വരെ അവിടെ റിലാക്സ് ചെയ്യുക, റിലാക്സ് റിലാക്സ് ചെയ്യുക. തോളിന്റെ ഭാഗം ഷോൾഡർ വരെ ശ്രദ്ധിക്കുക, അവിടെയും റിലാക്സ് ചെയ്യുക. ഷോൾഡർ മൊത്തത്തിൽ, നിങ്ങളുടെ നെക്ക് റീജിയൻ, കഴുത്തിന്റെ ഭാഗം, കഴുത്ത് വളരെ ഫ്രീ ആയി, കഴുത്തിന്റെ ബലം പിടുത്തൊക്കെ മാറ്റി വളരെ അയച്ചിടുക, റിലാക്സ് ചെയ്യുക. കവിള്, ചുണ്ട് ശ്രദ്ധിക്കുക, ആ ഭാഗം റിലാക്സ് ചെയ്യുക. കണ്ണിലെ കൃഷ്ണമണി വളരെ ഫ്രീ ആക്കി ഇടുക, കൺപോള റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ തലയുടെ ഭാഗം ശ്രദ്ധിക്കുക, റിലാക്സ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വീടൊന്ന് മനസ്സിൽ കാണുക, നിങ്ങളുടെ വീട് മനസ്സിൽ കാണുക. വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും മനസ്സിൽ കാണുക. നിങ്ങളുടെ രക്ഷിതാക്കളുണ്ടാകും, മക്കള്, ആരൊക്കെ എല്ലാവരും മനസ്സിൽ കാണുക. അവരൊക്കെ ഒന്ന് കാണുക മനസ്സിൽ. നിങ്ങളുടെ പഠനമുറി, പഠിക്കാനിരിക്കുന്ന മുറി, കുട്ടികൾ അവിടെ ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റൽ മനസ്സിൽ കാണുക, ഹോസ്റ്റലിലെ പഠനമുറി കാണുക. കുട്ടികൾ, പാരൻസ് നമ്മുടെ മക്കളുടെ പഠനമുറി, വീട്ടിലെ മക്കളുടെ പഠനമുറി കാണുക. മക്കളുടെ പഠനമുറി, ആ പഠനമുറിയാണ് നമ്മുടെ ഇനിയുള്ള കാലത്തോളം നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ നിങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പം പുസ്തകം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓർത്തു വെക്കുക. ഒന്ന്, 1 at a time. നിങ്ങൾ കോൺസെൻട്രേഷൻ കിട്ടേണ്ട ആവശ്യമുണ്ട്, പഠനത്തിൽ ശ്രദ്ധ വേണം. അപ്പൊ നിങ്ങൾ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുന്നു എന്ന് ഓർത്തു. 1 at a time. നമ്പർ 2, പ്രോപ്പർ സറൗണ്ടിങ്സ്. ആ വാചകം ഓർക്കുക, പ്രോപ്പർ സറൗണ്ടിങ്സ്, നല്ല പരിസരം. മൂന്നാമത്തത്, മേക്ക് ഇറ്റ് എ ഹാബിറ്റ്, ഒരു ശീലമാക്കുക. കൃത്യമായ സമയത്ത് പഠിക്കാനിരിക്കുന്ന നിങ്ങൾ ശീലമാക്കുമെന്ന് ഇതൊക്കെ പ്രതിജ്ഞ ചെയ്യണം. മനസ്സിൽ പ്രതിജ്ഞയായിട്ട് എടുക്കണം. നമ്മൾ ഞാനങ്ങ് ചെയ്യുന്നുള്ള. ക്രിയേറ്റ് ഇൻട്രസ്റ്റ്, താല്പര്യമുണ്ടാക്കിയെടുക്കുക. ഈ കോഴ്സ് നല്ല മാർക്കോടെ പാസ്സാവണം എനിക്കെന്നുള്ള ഒരു താല്പര്യം, പഠിക്കാനുള്ള താല്പര്യം. ടൈം, നിങ്ങൾ സമയം മാനേജ് ചെയ്യുക. കൃത്യസമയത്ത് പഠിക്കാനിരിക്കുക, പരമാവധി സമയം പഠിക്കാൻ ഉപയോഗിക്കുക. ദെൻ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഞാൻ പഠിക്കുന്നുള്ളൊരു തീരുമാനം എടുക്കുക. മനസ്സിൽ പറയുക, ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ.
ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ. 3 തവണ മനസ്സിൽ പറയുക. ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാൽപാദങ്ങളിൽ കൊണ്ടുവരിക. കാൽപാദം മെല്ലെ ഇളക്കുക. കണങ്കാലിൽ കൊണ്ടുവരിക. കണങ്കാൽ മെല്ലെ ഇളക്കുക. കാൽമുട്ടുകൾ മെല്ലെ ഇളക്കുക. തുടഭാഗം അരഭാഗം ഒക്കെ ഒന്ന് ഇളക്കുക. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഭാഗം ഒന്ന് അറിയുക. വയറിന്റെ ഭാഗം, നെഞ്ചിന്റെ ഭാഗം ശ്രദ്ധിക്കുക. കൈവിരലുകള്, കൈമുട്ടുകള്, ഷോൾഡർ ഭാഗമൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. തിരിച്ചധികം മെല്ലെ ഇളക്കി നോക്കാം. മെല്ലെ ഇളക്കാം. കഴുത്ത്, ചുണ്ട്, കവിള്, കണ്ണുകള്. കണ്ണുകൾ മെല്ലെ ഇളക്കുക. നെറ്റി ഇളക്കുക. കണ്ണുകൾ മെല്ലെ തുറക്കുക. കണ്ണുകൾ മെല്ലെ തുറക്കുക. ഇനി കൈ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് ഇങ്ങനെ 2 കൈയിന് കൂടി നേരത്തെ കാണിച്ച് ഇങ്ങനെ ഉരയ്ക്കുക. മുഖത്തും തടവി കൊടുക്കുക. നന്നായിട്ട് 3 തവണ ചെയ്യുക. മുഖം തടവുക 3 തവണ, 3 ടൈംസ്. ഒരു ഫ്രഷ്നെസ് വന്നില്ലപ്പോ അല്ലേ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലേ? നമുക്കൊരു സ്ട്രെസ് വരുമ്പോഴൊക്കെ ഈ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഒന്നും കൂടെ ഉഷാറാവും. നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്താണ് മെമ്മറി. കോൺസെൻട്രേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഓർമ്മശക്തി ഓർക്കണം അല്ലേ? നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാകും ധാരാളം അല്ലെ? നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും. അവരൊക്കെ ഇത്രയും നല്ല ഉയർന്ന മാർക്ക് വാങ്ങുന്നത് എല്ലാം കാണാതെ പഠിച്ചിട്ടാണോ? ഒരിക്കലല്ല. നമ്മുടെ ധാരണ എന്താണ്? അവരൊക്കെ കാണാതെ പഠിച്ചൊരു മാർക്ക് അല്ല. ഈ മിക്ക കുട്ടികളും ചെയ്യുന്നത് മെമ്മറി ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണ്. മെമ്മറി ടെക്നിക്സ് ധാരാളമുണ്ട്. ഒന്ന് റെഫർ ചെയ്യുക. അതിൽ നിങ്ങളെ കൊണ്ട് സാധ്യമായിട്ടുള്ള ഒരുപാട് മെമ്മറി ടെക്നിക്സ് ഉണ്ടാവും. പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളവ ഓർത്തു വെക്കാനുള്ള ഏറ്റവും എളുപ്പവിദ്യയാണ് മെമ്മറി ടെക്നിക്സ്. നിങ്ങൾക്ക് അസോസിയേഷൻ ഇല്ല? അസോസിയേഷൻ, പഠിക്കാനുള്ള ഭാഗങ്ങൾ അസോസിയേറ്റ് അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് പഠിക്കുക എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വലിയ പ്രയാസമാണ്, പക്ഷേ നമ്മൾ മനസ്സ് വെച്ച് സാധിക്കും. അതുപോലെ ഉണ്ട് റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസമുള്ള ഇപ്പൊ എല്ലാവരുടെയും മൊബൈൽ ഉണ്ടല്ലോ, മൊബൈൽ റെക്കോർഡിംഗ് സൗകര്യം ഉണ്ടല്ലോ. റെക്കോർഡ് ചെയ്യുക. പ്രയാസമുള്ള ഭാഗങ്ങൾ നമ്മുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം ആരുടെയാണ്? യേശുദാസിന്റെ ആണോ? മമ്മൂട്ടിയുടെ ആണോ? ആരുടെയാണ്? നമ്മുടെയാണോ? അല്ലേ? അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ശബ്ദമാണ്. അപ്പൊ നമ്മുടെ ശബ്ദത്തിൽ പഠിക്കാനുള്ള പ്രയാസമുള്ള ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇടയ്ക്ക് കേട്ടു നോക്കൂ നിങ്ങൾ. പിന്നെ മെത്തേഡ്സ് ഉണ്ട്. പാട്ടുവിദ്യ എന്ന് പറയും. പാട്ടുവിദ്യ. പഠിക്കാൻ പ്രയാസമുള്ള ഭാഗങ്ങൾ പാട്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വാഹിദിന്റെ പണി അതാണ്. എന്തെങ്കിലും ടഫായുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് പാട്ടാക്കി മാറ്റിയിട്ട് ഹോസ്റ്റലിലൂടെ ഇങ്ങനെ പാടി നടക്കും. അപ്പൊ അത് കേട്ട് ഞങ്ങളും പഠിക്കും. പാട്ട് ഉണ്ടാക്കി കൊടുക്കും. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു ഹിന്ദി സിനിമയില്. എന്റെ പേര് 1 2 3 4 5 6 7 8 9 10 11 12 13. വീട്ടിലെ പാട്ട് കിട്ടണ്ടോ? എന്റെ കൂടെ ഒന്ന് പാടിയെല്ലാരും ഒന്ന് പാടിക്കൂടെ? കൈ അടിച്ചുകൊണ്ട് റെഡിയല്ലേ? 1 2 3 1 2 3 4 5 6 7 8 9 10 11 12 13. 1 2 3 4 5 7 8 9 10 11 12 13. ഇതൊരു പാട്ടാണ് അല്ലേ? പക്ഷെ ഈ പാട്ടിലൂടെ നമ്മൾ വേറെ കാര്യം പഠിക്കുന്നത് എന്താണെന്നറിയോ? എന്താ പഠിക്കുന്നത്? 1 മുതൽ 10 ആണോ? 13 വരെ അല്ലേ? അന്നൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോവാത്ത ഈ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അത് ഹിറ്റ് പാട്ടാ, എന്നത് ഭയങ്കര ഹിറ്റ് പാട്ടാ. ഈ പ്രായത്തിലുള്ള LKG-ലൊന്നും പോവാത്ത കുട്ടികൾ വരെ ഈ പാട്ട് പഠിച്ചിട്ട് അവരറിയാതെ 1 മുതൽ 13 വരെ ഹിന്ദിയിൽ എണ്ണാൻ പഠിച്ചു എന്നുള്ളതാണ്. എന്താ കാര്യം? അത് പാട്ടായത് കൊണ്ടാണ്, ഇഷ്ടപ്പെട്ട പാട്ടായത് കൊണ്ടാണ് അല്ലേ? എന്നതുപോലെ നമുക്ക് പറ്റുതൊക്കെ ഇതൊക്കെ ഓരോ ടെക്നിക്കുകളാണ്. പറ്റൂലേ? പറ്റും. അസോസിയേഷൻ മെത്തേഡ്സ് ഉണ്ട് ഓർക്കാൻ. അത് മോഡൽ ചെയ്യാം. അപ്പൊ ചെയ്തു നോക്കാം അല്ലേ? ഒന്ന് ചെയ്തു നോക്കാം. ഒരാള് എഴുതുക സിമ്പിളായിട്ട്. നമുക്ക് 1 മുതൽ 20 വരെ താഴേക്ക് എഴുതിക്കുക മോളെ. മറ്റേ പേജിൽ താഴേക്ക് 1 മുതൽ 20 സംഖ്യകൾ നമ്മൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള
എന്തെങ്കിലും വസ്തുക്കളുടെയോ ആളുകളുടെയോ പേര് പറയുക. പറഞ്ഞേ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞോ, പറഞ്ഞോളൂ. ആപ്പിൾ. ഓക്കെ, ഒരാൾ ആപ്പിൾ പറഞ്ഞു. നമ്പർ 1 ആപ്പിൾ. നീ പറഞ്ഞോളൂ. ആപ്പിൾ. ക്രിക്കറ്റ്. ക്രിക്കറ്റ്. പിന്നെ വേഗം വേഗം പറഞ്ഞോ, നമുക്ക് ഇനി 15 മിനിറ്റ് ക്ലാസ് നിർത്താം. ഫോൺ. ഫോൺ. ഓക്കെ, പിന്നെ പിന്നെ ബിരിയാണി. കണ്ടാത്ത ബിരിയാണിന്റെ ആളാണ്. ബിരിയാണി. പപ്പടം. ഈത്തപ്പഴം. ബിരിയാണി കഴിഞ്ഞ ഈത്തപ്പഴം. ഇനി പാലസ്, കൊട്ടാരം. ബാരക്സാ. പാരറ്റ്. 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 തത്ത അല്ലേ? പാരൻസ്. പാരൻസ് അല്ല, അങ്ങനെ ഒരാളുടെ പേര് പറ. ഉമ്മന്റെ പേരെന്താ? സുലൈക്ക. സുലൈക്ക. പാരൻസ് വേണ്ട, സുലൈക്ക. സുലൈക്ക. പിന്നെ ആയിട്ടില്ല, 20 പറയണം. ദുൽഖർ സൽമാനാ? ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ. ഇത് കുഴപ്പമില്ല. റേഞ്ച് റോവർ. റേഞ്ച് റോവർ. ഓക്കെ ഓക്കെ. പിന്നെ IM വിജയൻ. കഴിഞ്ഞ് 20 നമുക്ക് ഒരുപാട് എടുക്കാം. തൽക്കാലം സമയക്കുറവ് കാരണം 20 എടുത്തു നമ്മൾ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. ഈ കാര്യം ഞാനിങ്ങനെ ഓർഡറിൽ വായിക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ഈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞില്ലേ, ഈ ഓർഡറിൽ ഇങ്ങോട്ട് പറഞ്ഞു തരണം എനിക്ക്. അതാണ് ചെയ്യേണ്ടത്. ഇതേ ഓർഡറിൽ പറയാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ആപ്പിൾ, ക്രിക്കറ്റ്, ഫോൺ, ബിരിയാണി, ഈത്തപ്പഴം, സുലൈക്ക, ദുൽഖർ, റേഞ്ച് റോവർ, സ്റ്റീഫൻ ഹോക്കിംഗ്, കാറ്റ്, ജവഹർലാൽ നെഹ്റു, വത്തക്ക, KKMA, ബോള്, ഗോഡ്, ട്രംപ്, കശ്മീർ, ലയൺ, പൊറാട്ട, ചെമ്മീൻ. 20. അത് അവള് കളഞ്ഞു. അവൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, അവള് എഴുതിയില്ല. അപ്പൊ പറയാൻ പറ്റും, ഒന്നുകൂടെ വായിച്ചു തരാൻ. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടാ. ആരും എഴുതി വെക്കാൻ പാടില്ല. ആപ്പിൾ, ക്രിക്കറ്റ്, ഫോൺ, ബിരിയാണി, ഈത്തപ്പഴം, സുലൈക്ക, ദുൽഖർ, റേഞ്ച് റോവൻ, സ്റ്റീഫൻ ഹോക്കിംഗ്, കാറ്റ്, ജവഹർലാൽ നെഹ്റു, വത്തക്ക, KKMA, ബോള്, ഗോഡ്, ട്രംപ്, കശ്മീർ, ലയൺ, പൊറാട്ട ആൻഡ് ചെമ്മീൻ. പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കിയട്ടെ. വീണ്ടും പറയണോ? ഓക്കെ, വൺസ് മോർ, ലാസ്റ്റ് പറച്ചിൽ. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒന്നുകൂടെ പറഞ്ഞുതരാൻ. 3 തവണ പറഞ്ഞു കൊടുക്കാൻ പാടില്ലത്. ഓക്കെ, ആപ്പിൾ, ക്രിക്കറ്റ്, ഫോൺ, ബിരിയാണി, ഈത്തപ്പഴം, സുലൈക്ക, ദുൽഖർ, റേഞ്ച് റോവൻ, സ്റ്റീഫൻ ഹോക്കിംഗ്, കാറ്റ്, ജവഹർലാൽ നെഹ്റു, വത്തക്ക, KKMA, ബോള്, ഗോഡ്, പിന്നെ ട്രംപ്, കശ്മീർ, ലയൺ, പൊറാട്ട, ചെമ്മീൻ. ഇത് പറയാൻ പറ്റുന്ന കൈപൊക്കിയട്ടെ.
ഒരാൾ കൈപ്പൊക്കി. ഇനി ആരെങ്കിലും ഉണ്ടോ? ശ്രമിക്കാം. നമ്മോട് പറ, മൈക്കൽ തരാം. Apple, cricket. Apple, cricket, phone, biryani. Dates. Like I know. Sulega, Dulquer Salmaan, Range Rover, Stephen Hawking, Cat, Jawaharlal Nehru, Vataka. Wait a minute. Sulega, Dulquer Salmaan, Range Rover, KKM, Ball, God, Trump. Order correct. Then first of all, I need the order. Apple, cricket, phone, biryani, dates, Sulega, Dulquer Salmaan, Range Rover, Stephen Hawking, Cat, Jawaharlal Nehru, Vataka, KKM, Ball, God, Trump. Sons of Broughton become is a lion and Kashmir, lion, paratha, chami. ഇനി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? മോളും കൂടെ ശ്രമിക്കണം. Okay. Abla. 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 So first apple, cricket, biryani, phone, biryani, Sulega, Eethaparam. Biryani, Eethaparam, Sulega. Dulquer, Range Rover. Stephen Hawking, Cat, Jawaharlal Nehru. Stephen Hawking, Cat, Jawaharlal Nehru, Vataka. അത് കഴിഞ്ഞിട്ട് ട്രംപ്. നോ ട്രംപ് അല്ല, ട്രംപിന് മുന്നേ കാറ്റ്, വത്തക്ക, എന്തായിരുന്നു? KKM, ഗോൾ ബോർഡ് അല്ല, ബോൾ ഗോഡ്. ബോളും ഗോഡും അല്ലേ? ബോൾ ഗോഡ്. പിന്നെ ട്രംപ്, കാശ്മീർ, ലയൺ. പിന്നെ ലയൺ എന്തിനു? ട്രംപ്, കാശ്മീർ, ലയൺ, ചെമ്മീന്റെ മുന്നേ ഒരു ഫുഡ്, പൊറോട്ട. ഗുഡ്. ഇത് ഈ രണ്ടു പേർക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റും. ഞാനിപ്പോ ചെയ്യിച്ചു തരാം, നിങ്ങൾ എല്ലാവരും ഇത് പറയും. ചെയ്ത് നോക്കിയല്ലോ നമ്മള്. എങ്ങനെ? ദാറ്റ് ഈസ് ദ ടെക്നിക്. അത്രേ ഉള്ളൂ. ഇതിനെ പറയുന്ന അസോസിയേഷൻ ആൻഡ് ലിങ്കിങ് അല്ലേ? നമ്മളങ്ങനെ ചെയ്തത് അല്ലേ? നോക്ക്, നിങ്ങൾ ഈ മിടുക്കന്മാരും മിടുക്കുകളും നമ്മൾ കരുതുന്ന മിക്ക കുട്ടികളും ചെയ്യുന്ന പണി ഇതൊക്കെ തന്നെയാണ്. ഇവർ രണ്ടാം ചെയ്തതാണ്. അസോസിയേഷൻ ആൻഡ് ലിങ്കിങ് മെത്തേഡിലൂടെ അവർ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നമ്മൾ ശ്രമിച്ചു നോക്കല്ലേ? നിങ്ങൾ എന്നെ അവിടെ സഹകരിച്ചാൽ മാത്രം മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ മനസ്സിൽ കണ്ടാൽ മതി, എത്ര വേറെ ഒന്നുമില്ല. മനസ്സിലൊന്ന് കാണുക, അതുപോലെ കണ്ണടച്ചിരിക്കുക. ശ്രമിച്ചു നോക്കാം, എല്ലാവർക്കും പറ്റും. നമ്മൾ ഇവിടേക്ക് എല്ലാവർക്കും ഇത് പറ്റും. ആരും മോശം, നമുക്കന്ന് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, പക്ഷെ നമ്മൾ ശ്രമിക്കാത്ത പ്രശ്നം. ഇപ്പൊ മനസ്സിലാവും നിങ്ങൾക്കത്. എല്ലാവരും കണ്ണടച്ചിരുന്നാട്ടെ, എല്ലാവരും കണ്ണടച്ചിരിക്കാം. ഞാൻ പറയുന്ന അതുപോലെ മനസ്സിൽ കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല. അതുപോലെ മനസ്സിൽ കണ്ടാൽ മതി. മനസ്സിൽ കാണുക, ചിത്രങ്ങളായിട്ട് മനസ്സിൽ കാണാം. നിങ്ങൾ വലിയൊരു ആപ്പിൾ മനസ്സിൽ കാണാം. വലിയൊരു ആപ്പിൾ, ഹലാക്കിന്റെ ആപ്പിൾ, ചെറുതല്ല, ഹലാക്കിന്റെ ഒരു ആപ്പിൾ. ആ ആപ്പിളിന്റെ മുകളില് ഒരു വലിയൊരു ക്രിക്കറ്റിന്റെ ബാറ്റ് ഇങ്ങനെ മനസ്സിൽ കാണാം. ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് മനസ്സിൽ കാണാം. അതിന്റെ മുകളിൽ വലിയൊരു മൊബൈൽ ഫോൺ, വലിയ ആപ്പിള്, അതിന്റെ മുകളിൽ വലിയൊരു ക്രിക്കറ്റ് ബാറ്റ്, അതിന്റെ മുകളിൽ വലിയൊരു മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ ഒന്നായിട്ട് പുറത്തേക്ക് ചാടുന്നുണ്ട്. മൊബൈൽ ഫോണൊക്കെ നോക്കും, വലിയ മൊബൈൽ ഫോണാണ്. അതിൽ നിന്ന് ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ പുറത്തേക്ക് ചാടി വരുന്നുണ്ട്.
പക്ഷെ ബിരിയാണി താഴെ വീഴുമ്പോൾ അത് ഈത്തപ്പഴമായി മാറുകയാണ്. മൊബൈൽ ഫോൺ നിങ്ങൾ ചാടി വരുന്ന ബിരിയാണി താഴെ വീഴുമ്പോൾ ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം തിന്നാൻ വേണ്ടി ആക്രാന്തം പിടിച്ച് സുലൈക്ക ഓടി വരുന്നുണ്ട്. ഇതുവരെ കാണാത്ത പോലെ സുലൈക്ക ആക്രാന്തം പിടിച്ച് ഈത്തപ്പഴം വാരി കൂട്ടാൻ വേണ്ടി ഓടി വരുന്നു. ഈത്തപ്പഴത്തിന്റെ സുലൈഖാന്റെ പുറകിൽ ദുൽഖർ സൽമാനുണ്ട്. ഓന്റെ ലക്ഷ്യം എന്താണ്? ഈത്തപ്പഴം തന്നെയാണ്. മുമ്പിൽ സുലൈഖ ഓടുന്നു, പുറകിൽ ദുൽഖർ സൽമാൻ ഇല്ല. അവിടെ പോലെ പുറകിൽ ഒരു റേഞ്ച് ഓവർ വരുന്നുണ്ട്. അതിലകത്ത് ആരാളുള്ളത്? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ ഇതിരിക്കുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ്. അയാളുടെ തലയിൽ ഒരു പൂച്ചയുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തലയില് ഒരു വലിയ പൂച്ച. ഈ പൂച്ച പുറത്തേക്ക് ചാടുന്നു. പുറത്ത് ജവഹർലാൽ നെഹ്റു നിൽക്കുന്നുണ്ട്. അയാളെ തലയ്ക്ക് ചാടുന്ന പൂച്ച. പുറത്ത് ജവഹർലാൽ നെഹ്റു നിൽക്കുന്നുണ്ട്, തൊപ്പിട്ട് കൊണ്ട് അയാൾ തലയ്ക്ക് പൂച്ച ചാടുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ വലിയൊരു ബത്തക്കുണ്ട്. അയാളുടെ കയ്യില്, ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ പൂച്ച അയാളെ തലയ്ക്ക് ചാടി. അയാളുടെ കയ്യിൽ വലിയൊരു വത്തക്കുണ്ട്. വത്തക്കമ്മൽ വലുതാക്കി എഴുതിക്കുന്നു KKMA എന്ന്. വത്തക്കം വലുതാക്കി ചുവപ്പ് അക്ഷരത്തിൽ എഴുതിക്കുന്നത് KKMA. പെട്ടെന്ന് ഈ KKMAന്റെ എഴുതി അതിനുള്ളിൽ നിന്ന് ഒരു ബോള് പുറത്തേക്ക് വരികയാണ്. ബോള് പുറത്ത് വരുമ്പോ ആരോ അവിടുന്ന് ഉറക്കെ പറയുന്നുണ്ട്, ഇത് ഗോഡ്, പടച്ചോന്റെ സൃഷ്ടിയാണ്, പടച്ചോന്റെ ഇതാണെന്ന്. ആരോ ഉറക്കെ പറഞ്ഞു, പടച്ചോൻ ഗോഡ് എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് ആരെന്നറിയോ? ട്രംപാണ് അത് പറയണത്. ട്രംപ് അവിടെ നിന്ന് അത് പറയുന്നത് ഗോഡ് എന്ന്. ട്രംപ് ഇപ്പൊ നിൽക്കുന്നത് കാശ്മീരിലാണ്. കാശ്മീരിലെ മഞ്ഞൊക്കെ ഒന്ന് കാണാൻ മനസ്സിലായി. ട്രംപ് നിൽക്കുന്നത് കാശ്മീരിലാണ്. കാശ്മീരിലെ ട്രംപ് നിൽക്കുന്ന അതിന്റെ പുറകില് ഒരു വലിയ സിംഹത്തെ കാണാം. വലിയൊരു സിംഹം. സിംഹത്തിന്റെ വായ നിറയെ പൊറാട്ടാണ്. പൊറാട്ട തിന്നിട്ട് സിംഹം അതാ താഴെ ചെമ്മീൻ തിന്നുകയാണ്. അവിടെ തിന്നു കഴിഞ്ഞപ്പോൾ സിംഹം ചെമ്മീനാണ് പിന്നെ തിന്നാൻ തുടങ്ങുന്നത്. ഇനി നോർത്ത് നോക്കിയാട്ടെ. ആദ്യം ആപ്പിള്, പിന്നെ അതിന്റെ മുകളിൽ എന്താണ്? ക്രിക്കറ്റ് ബാറ്റിന്റെ മുകളില് ഫോൺ, പിന്നെ ബിരിയാണി താഴേക്ക് വീഴുന്നു. പിന്നെ അതെന്തായി മാറി? ഡേറ്റ്സ് അഥവാ ഈത്തപ്പഴമായി മാറി. ഈത്തപ്പഴം എടുക്കുക ആരാ ഓടി വരുന്നത്? സുലൈഖാൻ ഓടിക്കുന്ന ആരാണ്? ദുൽഖർ. പിന്നെന്താ പുറകെ വരുന്നത്? റേഞ്ച് റോവർ. അതിൽ ആരാളുള്ളത്? സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ട്. അയാളുടെ തലയിൽ എന്താ ഉള്ളത്? പൂച്ച എന്താ ചെയ്യണത്? ചാടിയിട്ട് എങ്ങടാ പോണത്? ജവഹർലാൽ നെഹ്റു തലയ്ക്ക് ചാടുന്നുണ്ട്. അവിടെ എന്താ ഉള്ളത്? കയ്യില് വത്തക്ക. പിന്നെ എന്തായാലും KKMA എഴുതിയിട്ടുണ്ട് അല്ലേ? KKMA മാറി എന്താ ആവണത്? ബോളായി മാറുന്നത്. ഈ ബോള് വീഴുമ്പോ ആരാ പറയണത്? ഗോഡ് എന്ന് പറയും. ഗോഡ് ആരാ പറയണത്? ട്രംപ് പറഞ്ഞു. ട്രംപ് എവിടെയാണുള്ളത്? കാശ്മീരിലാണ്. കാശ്മീരിലെ അടുത്തെന്താ ഉള്ളത്? അയാളുടെ അടുത്ത് ലയന്റെ വായിൽ എന്താ ഉള്ളത്? ഓട്ട തിന്നിട്ട് പിന്നെ തിന്നണേ. ഇതൊന്ന് എഴുതി നോക്കിയാട്ടെ. വേണമെങ്കിൽ എഴുതി നോക്കിയാട്ടെ. സിമ്പിൾ. എല്ലാവരും പറഞ്ഞില്ലത്. ഇതിനാണ് പറഞ്ഞ അസോസിയേഷൻ ആൻഡ് ലിങ്കിങ്. പഠിക്കാൻ പ്രയാസമുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഒത്തിരി ടെക്നിക്കുകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പഠിക്കാനുള്ള കാര്യങ്ങൾ മെമ്മറി ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. സാധ്യമാണ്. ഇനി ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഏത് കോഴ്സ് നിങ്ങൾ ഭാവി പഠിക്കുമ്പോൾ 5-6 കാര്യങ്ങൾ ഓർത്തുക്കണം. നമ്പർ 1, ആ കോഴ്സിനോടുള്ള നിങ്ങളുടെ അഭിരുചി, നിങ്ങളുടെ പ്രൊഫഷൻ ആവട്ടെ കോഴ്സ് ആവട്ടെ, അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇഷ്ടമാണോ? ഇന്നിപ്പോ അങ്ങനത്തെ ഒരുപാട് പരീക്ഷകളുണ്ട്. ഓൺലൈനിലുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതെ ഉണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് അറിയാണ്ട് നമ്മളൊരു കോഴ്സും ചേരരുത്. നമ്പർ 1. നമ്പർ 2, ആ കോഴ്സിന്റെ സാധ്യത എന്താ നമ്മൾ അറിയണം. ആ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങിയിട്ട് നമുക്ക് എന്ത് കിട്ടും, ജോലി കിട്ടുമോ, ശമ്പളം ഉണ്ടാകുമോ തുടങ്ങിയിട്ടുള്ള സാധ്യത അറിയണം. പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തെ കുറിച്ച് അറിയണം. ആ സ്ഥാപനം നല്ല സ്ഥാപനമായിരിക്കണം. പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ അത് ഒരുപാട് പ്ലേസ്മെന്റ് കിട്ടുന്ന സ്ഥാപനം. അങ്ങനെ നോക്കിയിട്ട് സ്ഥാപനത്തിന്റെ ക്വാളിറ്റി നമ്മൾ അറിയണം. അപ്പൊ നമ്പർ 1 അതിന് നിങ്ങൾ അഭിരുചി നോക്കണം നിങ്ങൾ. നമ്പർ 2 സാധ്യത അറിയണം. നമ്പർ 3 സ്ഥാപനം അറിയണം.
മൂന്നാമത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തികം. ചില മക്കളുണ്ട് വീട്ടിലെ സാമ്പത്തികം നോക്കാതെ വലിയ വലിയ കോഴ്സിന് ചേരാൻ പോയിട്ട് വാപ്പാനും മാനും കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നിങ്ങളൊന്ന് നോക്കണം. പിന്നെ അഞ്ചാമതായിട്ട് സിലബസ്. ആ സിലബസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും എല്ലാം പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ആ സിലബസിനെ കുറിച്ചൊരു അറിവുണ്ടാക്കണം. എത്ര പറഞ്ഞപ്പോ 5 പറഞ്ഞു. എന്തൊക്കെയാണ്? നമ്പർ 1 അഭിരുചി, പിന്നെ സാധ്യത, കോഴ്സിന് സാധ്യത, പിന്നെ സ്ഥാപനം, സാമ്പത്തികം, സിലബസ്. 6ാമത്തതാണ് പ്രോപ്പർ ഗൈഡൻസ്. നല്ലൊരു ഗൈഡ്, നല്ലൊരു മെന്റർ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഇതിലേക്കൊക്കെ നയിക്കാൻ, ഇടയ്ക്ക് വിഷയം ഉണ്ടാകുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആവാം, ചിലപ്പോൾ ടീച്ചേഴ്സ് ആവാം, ആരും മാട്ടെ, നല്ല 1-2 ഗൈഡുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠന പ്രക്രിയ ഗംഭീരമാകുമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഈ ഞാനൊരു വ്യക്തിയുടെ പേര് പറയാം, നിങ്ങൾ ആരെങ്കിലും കേട്ടിടോ എന്നുള്ള ചോദ്യം. സഗീർ തൃക്കരിപ്പൂർ, സ്ഥാപകരിൽ ഒരാള്. കറക്റ്റ്, വെരി ഗുഡ്. KKMA സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹം. കിഡ്നി ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ സ്ഥാപകൻ കൂടിയാണ്, അല്ലെ? പടന്ന കാസർഗോഡ് സ്വദേശിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ശരിയുത്തരാണ് പറഞ്ഞത്, അല്ലെ? സ്ഥാപകരിൽ ഒരാളാണ്. ഓക്കെ, പ്രിയമുള്ളവർ, ഞാൻ അവസാനിപ്പിക്കാൻ സമയം ഒരുപാട് വൈകിട്ടുണ്ട്, 1 മണി ആയിട്ടുണ്ട്. ഇത്രയും സമയം നിങ്ങൾ ക്ലാസ്സിനോട് പരിപൂർണമായി സഹകരിച്ചു. ഇംഗ്ലീഷിലൊരു ചെല്ലുണ്ട്, എനി 1000 mile journey begins with a single step. Don't hesitate. Leave your inertia and take that step. You will feel that miles melt away under your feet. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? പ്രശസ്തമായിട്ടുള്ളൊരു പോവമാണ്, ഒരു കൊട്ടേഷനാണത്. Any 1000 mile journey begins with a single step. Don't hesitate. Leave your inertia and take that step. You will feel that miles melt away under your feet. ഇതിന്റെ അർത്ഥം 1000 കാതം ദൂരമുള്ള യാത്രകൾ പോലും ആരംഭിക്കുന്നത് ഒരു ചുവടിൽ നിന്നാണ്. മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ നിഷ്ക്രിയത്വം വെടിഞ്ഞ് ആ ചുവട് എടുത്തു വെക്കാൻ നിങ്ങൾ തയ്യാറാവുക. കാതങ്ങൾ അത്രയും പിന്നിടുമ്പോൾ നിങ്ങളുടെ കാൽപാദങ്ങൾക്കടിയിൽ ഈ ദൂരമൊക്കെ ഉരുകി ഉരുകി ഇല്ലാതായിത്തീരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നതാണ് ഈ ആപ്തവാക്യത്തിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഈ ഒരു സെഷൻ, ഈ ഒരു പരിപാടി അത്തരത്തിലുള്ള പുതിയ പുതിയ ചുവടുവെപ്പുകൾ എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മളൊരു കൈകൊട്ടോടുകൂടി തീർക്കുകയാണ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇപ്പൊ ചിരിയില്ല, കൈകൊട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, കൈകൊട്ട് മാത്രം. 1 ചിരിക്കണ വേണ്ട. 1 2 3 4 and 5. ഓക്കെ, പ്ലീസ് സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഈ കയ്യടി നിങ്ങൾക്കുള്ളതാണ്. ഇതിന് സംഘാടകരായിട്ടുള്ളവർക്കുള്ള കയ്യടിയാണ് നമ്മൾ തന്നിട്ടുള്ളത്. മികച്ച രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. ഇത്രയും നല്ലൊരു ഓഡിയൻസിനെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. നല്ല നല്ല വർക്കുകൾ ഇവിടെ പറഞ്ഞല്ലോ. 70 കോടിയിലേറെ രൂപയുടെ ചാരിറ്റി വർക്കുകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. KKMA എന്ന പ്രസ്ഥാനത്തെ ഒരുപാട് മുന്നോട്ട് നയിക്കുവാൻ ഇതിന് സംഘാടകർക്ക് സാധിക്കട്ടെ. അവർക്ക് പടച്ച തമ്പുരാന് ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടകരോട്, പ്രത്യേകിച്ചും എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള മടപ്പള്ളി മുഹമ്മദ് കുട്ടിയോട്, അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത് പരിപാടിക്ക് വേണ്ടി പ്രധാനമായിട്ടും. ബാക്കി സംഘാടകർ കുറേ പേര് എൻ്റെ വീട്ടിൽ വന്നിരുന്നു, വീട്ടിൽ വന്ന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവരോട് എല്ലാവരോടും എനിക്കുള്ള സ്നേഹം കടപ്പാടും അറിയിച്ചുകൊണ്ട് ഫോൺ നമ്പർ ഒക്കെ തരാം, അറിയിച്ചുകൊണ്ട് ഇത്രയും സമയം ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി പരിപൂർണമായും സഹകരിച്ച് എന്നെ കേട്ട നിങ്ങളോട് എനിക്കുള്ള അഗൈതമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഫോൺ നമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറയാം. ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. എൻ്റെ പേര് ഹാറൂൺ അബ്ദുൾ റഷീദ് എന്നാണ്. ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റഷീദാണ്. ഞാൻ വെറ്റിനറി ഡോക്ടറാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. എൻ്റെ നാട് പരപ്പനങ്ങാടിയാണ്. JC എന്ന പ്രസ്ഥാനത്തിന്റെ ദേശീയ പരിശീലകനാണ് ഞാൻ.
നമ്പർ 9895928881 9895928881. അത്യാവശ്യമുള്ളപ്പോൾ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. മെസ്സേജ് അയക്കാം, സംശയങ്ങളുടെ ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെയാണ് തീർത്തു തരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ.